സർവരഹസ്യങ്ങളും വെളിച്ചത്ത് വരുന്ന സന്ദർഭമാണ്. ഏത് കാര്യങ്ങളും വെളിച്ചത്ത് വരുന്ന രംഗമാണത്. രഹസ്യമായി ചെയ്തത് പരസ്യമാകുന്ന സ്ഥലമാണത്. ആദരവുള്ളവർക്ക് ആദരവുണ്ട്, നിന്യതയുള്ളവർക്ക് നിന്യതയുണ്ട്. പണത്തിന്റെ പവർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് നേടാൻ കഴിയില്ല, വക്കീലിനെ വെച്ച് വാദിക്കാൻ നിവൃത്തിയില്ല, കൈക്കൂലി കൊടുക്കാൻ വകുപ്പില്ല, മറച്ചു വെക്കാൻ നിവൃത്തിയില്ല. രാജാവിന്റെ കോടതിയാണ് മഹ്ശർ. ആ മഹ്ശറിൽ ഓ സഹോദരന്മാരെ, എല്ലാവരും പേടിയിലാണ്, ബേജാറിലാണ്. കാരണം എന്ത്? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. കല്ല ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആ രംഗത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ രൂപഭാവങ്ങളൊക്കെ മാറ്റിപ്പോയി. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു മത്വിയാതും ബിയമീനി. ഭൂമിയുടെ രൂപഭാവങ്ങൾ മാറിപ്പോയി. പർവ്വതങ്ങളില്ല, പർവ്വതങ്ങൾ ധൂളി പോലെ പാറിപ്പോയി. കുഴിയില്ല, കുണ്ടില്ല, ഉയരമുള്ള സ്ഥലങ്ങളില്ല, മുഴുവനും ഖാഅൻ സഫ്സഫാ, ഒരൊറ്റ പലക പോലെ പരത്തിപ്പോയി. ഭൂമി മുഴുവനും പരന്നു കിടക്കുന്നു. ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഉള്ള മഹാന്മാരും മഹദികളും അതേ മറുഭാഗത്ത് തമ്മാടികളും അവിശ്വാസികളും എല്ലാവരും സമ്മേളിക്കുന്നു. ആ സമ്മേളിക്കുന്ന രംഗത്ത് അതാ ജഹന്നമാകുന്ന നരകത്തെ കൊണ്ടുവരുന്നു. 70,000 വട്ടക്കണ്ണികളുള്ള ജഹന്നം. ഓരോ വട്ടക്കണ്ണികൾ 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. ഭയാനകമായ ഒരു രംഗം തന്നെ. ഇന്നിപ്പോൾ 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ വളരെ അടുത്ത് വന്നുദിക്കുന്നു. വിയർത്ത് പലരും ഇങ്ങനെ മുങ്ങുന്നു. എല്ലാവരും ഭയപ്പെട്ട് വിറക്കുന്നു. ആ രംഗമാണ് മഹ്ശറ. ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമ്മെ എല്ലാ വീട്ടിലും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ കോടതിയെ കുറിച്ച് ബോധമുള്ളതോടുകൂടി ആയിരിക്കണം ഏത് വാക്കും സംസാരിക്കുന്നത്, ഏത് സദസ്സിലും പോകുന്നത്, ഏത് വാക്കും സംസാരിക്കുന്നത്, എന്തും പ്രവർത്തിക്കുന്നത്, എന്തും ചലിക്കുന്നത്, എന്തും തീരുമാനിക്കുന്നത്. ഭൗതികമായ ലോകം നിലനിൽക്കുന്ന ലോകമല്ല, ഒരിക്കലും തന്നെ അത് നമുക്ക് സുഖിക്കാനുള്ള ലോകമല്ല. അതൊരു യാത്ര പോകുന്ന ലോകമാണ്. നിലനിൽക്കുന്ന ലോകം പാരത്രിക ലോകമാണ്. അവിടെ വിചാരണക്ക് ഹാജരാകാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ആ വിചാരണക്ക് വേണ്ടി ഹാജരാക്കപ്പെട്ട മഹ്ശർ ഒരു ഭാഗത്ത് ഭയാനകമായ നരകമാണ്. ആ നരകമെന്ന് പറഞ്ഞാൽ ഓ ചെറുപ്പക്കാര് ചിന്തിക്കണം. നമ്മൾ സ്വലാത്തിന് വരുന്നു, അല്ലാഹു അതിന്റെ ബറക്കത്ത് നമ്മുടെ ഖൽബിനും നമ്മുടെ ശരീരത്തിനും കുടുംബങ്ങൾക്കും ഒക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, വെറും സ്വലാത്തിന്റെ സദസ്സിൽ പോയാൽ പോരാ, റജബ് 27 മാത്രം ആദരിച്ചാൽ പോരാ. എന്നും നാം കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. എന്നും നാം ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവരാകണം. എന്നും ഫർളായ അമലുകൾ ജീവിതത്തിൽ എടുക്കുന്നവരാകണം. എന്നും സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരാകണം. എല്ലാ പത്രങ്ങളും വായിക്കുന്നുണ്ട്, നേതാക്കളുടെ പ്രസ്താവനകൾ ആർത്തിയോടെ വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മെ പടച്ച രാജാവിന്റെ വചനങ്ങളുള്ള ഖുർആൻ ഒരു ദിവസം നീ പാരായണം ചെയ്യുന്നില്ല. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന് നീ ഒരാശംസ അർപ്പിച്ച് സ്വലാത്ത് ചൊല്ലുന്നില്ല. നീ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ അവസരം കണ്ടെത്തുന്നില്ല. ഈ ജീവിതം മാറ്റിയിട്ട് പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ രക്ഷപ്പെടാനുള്ള വഴികളിൽ എന്റെ ജീവിതം മുഴുക്കെ സാധിച്ചില്ലെങ്കിലും സാധിക്കുന്നതിന്റെ പരമ
പരമാവധി ഞാൻ സൽക്കർമ്മങ്ങളിൽ മുഴുകണം എന്ന ചിന്ത എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിൽ വേണം. എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നവർ തന്നെ. സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങി നിസ്കാരം ഖളാക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, നന്ദിയില്ലാത്ത അടിമകളല്ലേ? ബാലശൈത്താനു ഫീ ഉദ്നിഹി, അങ്ങനെ കിടന്നുറങ്ങുന്നവന്റെ ചെവിട്ടിൽ ശൈത്താൻ മൂത്രമൊഴിച്ചുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ശൈത്താനിന് ക്ലോസറ്റും പിടിച്ച് കിടക്കുന്നവരായി നമ്മൾ അതപ്പതിക്കാൻ പാടുണ്ടോ? നാം ശൈത്താനിനെ അകറ്റുന്നവരാകണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാ പറഞ്ഞില്ലേ, മോനെ നീ ദിക്ർ ചൊല്ലുന്നു, ദിക്ർ ശൈത്താനിനെ അകറ്റാനുള്ള വഴിയാണ്. പക്ഷേ നീ ദിക്ർ ചൊല്ലിയിട്ട് ശൈത്താൻ അകലുന്നില്ല. കാരണം അറിയാമോ നിനക്ക്? ഇമാം ഗസാലി റഹിമഹുല്ലാ പറയുന്നു, നായയെ നീ തെളിച്ചോടിക്കുന്നു, പക്ഷേ നായ ഇഷ്ടപ്പെടുന്ന മാംസത്തിന്റെ കഷ്ണങ്ങൾ നീ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. നായ ആഗ്രഹിക്കുന്ന മാംസത്തിന്റെ കഷ്ണങ്ങൾ നിന്റെ 4 ഭാഗത്തും നീ ബക്കറ്റിൽ വെച്ചിരിക്കുന്നു. നിന്റെ കയ്യിലും നീ മാംസകഷ്ണം പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ മാംസകഷ്ണവും കയ്യിൽ പിടിച്ചിട്ട് നായയെ ശബ്ദമെടുത്ത് നീ ശബ്ദമെടുത്ത് തെളിച്ചാൽ നായയുണ്ടോ? പോകുന്നു. നിന്റെ കയ്യിൽ കാണുന്ന മാംസകഷ്ണത്തിലേക്ക് നായ അടുത്തടുത്ത് വരുന്നത് പോലെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, നീ അല്ലാഹ് അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നു. പക്ഷേ നിന്റെ മനസ്സിൽ ശൈത്താനിനെ പൂജിക്കുന്നു. നീ ശൈത്താൻ നിന്റെ മനസ്സിൽ അഹങ്കാരം കൊണ്ടുവരുമ്പോ നീ അഹങ്കാരത്തിനടിമപ്പെടുന്നു. നീ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നു. നീ നാവ് കൊണ്ട് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറയുന്നു. ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഉന്നത സ്ഥാനമുള്ളവനാകണമെന്ന് ഭൗതിക സ്ഥാനം ആഗ്രഹിക്കുന്നു. നീ അല്ലാഹ് കൽപ്പിച്ചത് കൈയൊഴിക്കുന്നു. നീ അല്ലാഹ് വിരോധിച്ചതിലേക്ക് ചാടിപ്പോകുന്നു. ഓ മനുഷ്യ, മാംസകഷ്ണവും കയ്യിൽ പിടിച്ചിട്ട് നായയെ തെളിച്ചാൽ നിന്റെ ശബ്ദം കൊണ്ട് നായ പോകുമോ? ഇതുപോലെ നിന്റെ ദിക്റിന്റെ ശബ്ദം കൊണ്ട് നായ പോകാൻ അതാ ശൈത്താൻ അകലുന്നില്ലെന്ന് ഇമാം ഗസാലി റഹിമഹുല്ലാ അവിടുത്തെ ഇഹ്യയിൽ ഓർമ്മപ്പെടുത്തിയില്ലേ? സഹോദരന്മാരെ, നാം നമ്മുടെ മനസ്സ് ക്ലിയറാക്കി ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് പാരത്രിക ലോകത്തൊരു വലിയ വിചാരണയുടെ ദിവസമുണ്ടെന്ന ചിന്തയിൽ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളും ക്രമീകരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് ഫലം ലഭിക്കുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നരകമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ്. അവിടെ കത്തിക്കുന്നത് ഉണക്ക് മരക്കഷ്ണമല്ല, മറിച്ച് പച്ച മനുഷ്യന്മാരെയാണ്. ആ മനുഷ്യരോ അതേ നമ്മെ പഠിപ്പിക്കുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ല് തന്നെ വലിയ പാറ പോലെ വലിപ്പമുള്ളതാണ്. അവന്റെ ബോഡി തന്നെ വലിയ പർവ്വതം കണക്കെ വലിപ്പമുള്ളതാണ്. അങ്ങനെയുള്ള പച്ച മനുഷ്യന്മാരെ കത്തിക്കുന്ന തീയാണ് നരകം. അവിടെ 70 ഇരട്ടിയോളം ചൂടുള്ള തീയാണ്. കുല്ലമാനളിജത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരത്തിലെ തോലിങ്ങനെ കത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിഞ്ഞു പോകുമ്പോ, അത് കരിഞ്ഞു പോകുമ്പോ പിന്നെയും പിന്നെയും തോല് പുതിയത് നൽകി ശിക്ഷിക്കപ്പെടുക തന്നെ. അവിടെ കത്തിക്കപ്പെടുന്ന മറ്റൊരു വസ്തു പാറക്കല്ലുകളാണ് കേട്ടോ. വഖൂദുഹന്നാസു വൽ ഹിജാറ. ആ തീയിൽ കത്തിക്കപ്പെടുന്നത് പാറക്കല്ലുകളും പച്ച മനുഷ്യന്മാരുമാണ്. ആ നരകാഗ്നിയുണ്ടല്ലോ, അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ കാൽക്കൽ വരുന്നത്, ഞങ്ങൾ സലാത്തിന്റെ സദസ്സിൽ വരുന്നത്, ഞങ്ങൾ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നത്, അവിടുന്ന് അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ദിവസം
ദിവസത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് ആ നരകാഗ്നിയിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾക്ക് മോചനം ലഭിക്കാനാണ്. ഞങ്ങളെ മജ്‌ലിസുകളിൽ നിന്ന് അതിന്റെ മോചനം എഴുതപ്പെട്ടുകൊണ്ടല്ലാതെ അടിമകളായ ഞങ്ങളെ തിരിച്ചേക്കരുത് റഹ്മാനേ. ആ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി അവിടുത്തെ ആദരിക്കാൻ വേണ്ടിയും അവിടുന്ന് ജീവിതത്തിൽ വലിയ അനുഭവമായി നമുക്ക് വിവരിച്ചു തന്ന പരിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് മനസ്സിലാക്കി തന്ന ഇസ്രാ മിഅ്റാജ് എന്നതിനോടനുബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രത്യേകമായി അനുസ്മരിക്കപ്പെടാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ അവിടുത്തെ അനന്തരക്കാരായി പ്രവർത്തിച്ച മഹാന്മാരായ ആരിഫീങ്ങളും ഔലിയാക്കളും അവരിൽ വലിയ പ്രഗൽഭനും ഈ ഇന്ത്യ രാജ്യത്തിന്റെ സുൽത്താനുമായി അറിയപ്പെടുന്ന ഖാജ മുഈനുദ്ദീൻ അൽ-ജിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ അനുസ്മരിക്കപ്പെടുന്നതിന് വേണ്ടിയും അള്ളാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ദുആ ചെയ്യുന്നതിന് വേണ്ടിയും അങ്ങനെ ഖൈറായ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കപ്പെട്ട ഒരു വലിയ ഖൈറിന്റെ മജ്‌ലിസിലാണ് വിനീതരായ നാം സമ്മേളിച്ചിട്ടുള്ളത്. അല്ലാഹു ജല്ല ജലാലുഹു ഈ മജ്‌ലിസിൽ പങ്കെടുത്ത നമുക്കെല്ലാവർക്കും ഈ മജ്‌ലിസിനെയും ഇതുപോലുള്ള മജ്‌ലിസുകളെയും ആദരിക്കുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ദുനിയാവും ആഖിറവും വിജയിപ്പിച്ചു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ അനുഗ്രഹത്തിന്റെയും കാരണക്കാരനായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ സർവ്വ അനുഗ്രഹത്തിന്റെയും കാരണക്കാരനായി അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് നിശ്ചയിച്ചിട്ടുള്ള റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ രണ്ട് മുറാദ്, ഏറ്റവും വലിയ രണ്ട് ഉദ്ദേശം, ആ രണ്ട് ഉദ്ദേശങ്ങൾ സഫലീകൃതമാകാൻ അവസരമുണ്ടായ വളരെ പ്രധാനപ്പെട്ട ദിനമാണ് മിഅ്റാജ് ദിനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്ത അനുഗ്രഹം എപ്പോഴും എടുത്തു പറയുകയും ആ അനുഗ്രഹത്തിന് നന്ദിയായി സൽക്കർമ്മങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുക എന്നത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം ആണ്. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ശൈഖുൽ ഇസ്ലാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്വ കൊടുത്തതുപോലെ ആശൂറാ ദിവസം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അനുഗ്രഹം നൽകപ്പെട്ട ദിനമായതുകൊണ്ട് വർഷം തോറും അനുസ്മരിക്കപ്പെടുന്ന ദിനവും ആ ദിവസത്തിൽ നോമ്പെടുത്തുകൊണ്ട് അതിന് അല്ലാഹുവിനെ ശുക്ർ ചെയ്യുന്ന ദിനവുമായി ഇവിടെ നിലനിർത്തപ്പെട്ടു. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിനം അത് നമുക്ക് ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ച ദിനമായതിനാൽ സ്മരിക്കപ്പെടുന്ന ദിനമായി പണ്ഡിതന്മാർ അതിനെ രേഖപ്പെടുത്തുകയും അന്ന് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് കൂടുതൽ പുണ്യകരമാണെന്ന് ഇബ്നുൽ ഹാജ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ധാരാളം പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതുപോലെ ഹാശിയത്തുൽ ബാജൂരി പോലുള്ള ഫിഖഹിന്റെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ മിഅ്റാജ് ദിനത്തിൽ നോമ്പെടുക്കുന്നത് പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് രേഖപ്പെടുത്തിയതായി കാണാം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രണ്ട് മുറാദുകൾ, ആ മുറാദുകൾ സഫലീകൃതമാകാൻ കാരണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച വലിയ അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ദിനമാണ് മിഅ്റാജ് ദിനം.
ഏതാണ് ആ രണ്ട് മുറാദ്? ഏതാണ് ആ രണ്ട് ഉദ്ദേശങ്ങൾ? ഒന്ന്, സൃഷ്ടാവായ അള്ളാഹുവിനെ കണ്ട് സംഭാഷണം നടത്തുക എന്നതാണ്. ലോകത്തൊരു സൃഷ്ടിക്കും കഴിയാത്തതാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുമായി സംഭാഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ കണ്ടുകൊണ്ട് സംഭാഷണം നടത്തിയിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ലൻ തറാനി, നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നെ കാണപ്പെടുകയില്ലെന്ന് പറഞ്ഞിട്ടില്ല. മുതഅല്ലിമീങ്ങൾക്ക് ഓരോ വാക്കിന്റെയും അർത്ഥം വേർതിരിച്ച് മനസ്സിലാകുമല്ലോ. നിങ്ങൾക്ക് എന്നെ കാണാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്, ആർക്കും കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ നിങ്ങൾ എന്നെ കാണുകയില്ലെന്ന് പറഞ്ഞു. ആ പറഞ്ഞത് ഇവിടെ ഇപ്പോൾ എന്ന അർത്ഥത്തിലുമാണ്. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിനെ കാണാൻ എല്ലാവർക്കും സജ്ജനങ്ങൾക്ക് സാധിക്കും. വയറാഹുദുൽ ഈമാനി മിൻ ദാരിൽ മുഖർ വബിഹിൽ കിതാബു അതാക മാ ജാഅൽ ഖബർ വനഫാഹു ഖൗമുൻ കാന മിൻ അഹ്ലിൽ ഖുസർ മുതമസ്സികീന ബിഹുജ്ജത്തിൻ ലാ തുഅ്തബർ. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ഖാദിയും വലിയും ആരിഫും നിരവധി കറാമത്തുകളുള്ള പണ്ഡിതനുമായിരുന്ന നമ്മുടെ ഉസ്താദുമാരുടെ പരമ്പരയിൽ എണ്ണിവരുന്ന മഹാനായ ഉമറുൽ ഖാദിൽ ബിലങ്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി, വെളിയങ്കോട് ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലിയ രണ്ട് പദ്യങ്ങളാണ്. ഈമാനുള്ള ആളുകൾ അല്ലാഹുവിനെ കാണും. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും അതിന് തെളിവ് വന്നിട്ടുണ്ട്. വുജൂഹുൻ യൗമഇദിൻ നാദിറത്തുൻ നാദിറത്തുൻ ഇലാ റബ്ബിഹാ നാദിറ. സുന്ദരമായ, സന്തോഷകരമായ, പ്രശോഭിതമായ മുഖങ്ങൾ ആ മുഖങ്ങളുടെ റബ്ബിലേക്ക് നോക്കുന്നവരാണ് പാരത്രിക ലോകത്തെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കാണും എന്ന് ഇമാം ബുഖാരി റിപ്പോർട്ടിന്റെ ഹദീസിലും പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പഴയ കാലത്ത് അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പുത്തൻവാദികളായിരുന്ന മുഅ്തസിലുകൾ അവർ അല്ലാഹുവിനെ കാണും എന്ന വിശ്വാസത്തെ നിഷേധിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. അവർക്ക് വലിയ നഷ്ടം സംഭവിച്ചു പോയി. അഹ്ലുസുന്നത്തി വൽ ജമാഅ അല്ലാഹുവിനെ അന്ത്യനാളിൽ സ്വർഗലോകത്തിൽ സജ്ജനങ്ങൾക്ക് കാണാൻ സാധിക്കും എന്ന് വ്യക്തമായി വിശ്വസിക്കുന്നവരാണ്. അർഹമർ റഹീമീനായ റബ്ബ് സാധുക്കളായ നമുക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്നാൽ ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോൾ മരണത്തിനു മുമ്പായി അല്ലാഹുവിനെ കാണുക എന്നത് ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. അല്ലാഹുവിനെ കാണാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം കൊടുത്തത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണ്. ലകിൻ റആഹുൽ മുസ്തഫ ഖൈറുൽ ബശർ വലദൽ അഇമ്മതി ഖദ് അതാ ഫീഹി നളർ. ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ കണ്ടു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മുറാദാണ് അല്ലാഹുവിനെ കണ്ട് സംഭാഷണം നടത്തുക എന്നത്. ആ ഏറ്റവും വലിയ മുറാദ് ലോകത്ത് കഴിഞ്ഞുപോയ ആരിഫീങ്ങളും സാലിഹീങ്ങളുമെല്ലാം വാസ്തവത്തിൽ അവർ ഇബാദത്തുകൾ ചെയ്തിട്ടുള്ളതും ഉറക്കമൊഴിച്ചിട്ടുള്ളതും അധ്വാനിച്ചിട്ടുള്ളതുമെല്ലാം അല്ലാഹുവിനെ ഒരു നോക്ക് കാണുക എന്ന ഉത്കടമായ ആഗ്രഹത്തോടു കൂടിയാണ്. ആ ആഗ്രഹം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച സ്ഥലങ്ങളിൽ വളരെ ആദരിച്ച് ബഹുമാനിച്ച് കൂട്ടിക്കൊണ്ടുപോയി
അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാധിപ്പിച്ചു കൊടുക്കുകയാണ്. അതാണ് മിഅ്റാജിന്റെ ദിനത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ഒരു മുറാദ് ഹാസിലാവും. മറ്റൊരു മുറാദ്, മറ്റൊരു ഉദ്ദേശം, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നാം പഠിച്ചിട്ടുള്ളത് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, നിശ്ചയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണ് എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു എന്നാണ് നാം പറയാറുള്ളത്. റസൂൽ എന്ന വാക്കിന്റെ നേരെ അർത്ഥം തന്നെ സഫീർ, മധ്യവർത്തി എന്നാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെയും അഥവാ സൃഷ്ടാവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള ഏറ്റവും വലിയ മധ്യവർത്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് അഫ്ളലുൽ വസായിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എന്തിനധികം പറയണം, ഇസ്തിഗാസ ചെയ്യരുത്, അതുപോലെ ഖബറിനടുക്കൽ പോയി പ്രാർത്ഥിക്കരുത് എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള ഇബ്നു തൈമിയ്യ വരെ, ഇബ്നുൽ ഖയ്യിമുൽ ജൗസി വരെ, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ എതിരാളികൾ എപ്പോഴും എടുത്തു പറയുന്ന ആ പണ്ഡിതന്മാർ വരെ, അവർ ചില വിഷയങ്ങളിൽ അബദ്ധം സംഭവിച്ചെങ്കിലും അവർ വലിയ പണ്ഡിതന്മാര് തന്നെയായിരുന്നു. ആ പാണ്ഡിത്യം അവർക്കുള്ളത് കൊണ്ട് തന്നെ അവരുടെ ഫതാവയിലും അതുപോലെ സാദുൽ മആദിലുമെല്ലാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ ജഅലഹു വാസിതത്തൻ ബൈനല്ലാഹി വ ബൈന ഖൽഖിഹി, അതുപോലെ അഫ്ളലുൽ വസായിദ്, ഈ നിലക്ക് അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് രേഖപ്പെടുത്തിയത് കാണാം. ആ മധ്യവർത്തിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം അവിടുത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും അവിടുത്തെ മദഹ് പറയുകയും അവിടുത്തെ അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടുത്തണം. അതിൻ്റെ പുറമേ പാരത്രിക ലോകത്ത് എല്ലാ മനുഷ്യരും ഹാജരാകുന്ന മഹ്ശറാ ലോകത്ത് സർവ്വജനങ്ങളെയും അല്ലാഹു വിചാരണയ്ക്ക് വിളിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശുപാർശ പറയാൻ കഴിയണം. മറ്റാർക്കുമില്ലാത്തൊരു പവറാണത്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഏത് അബൂജഹലും ഏത് ഉത്ബത്തും ഏത് ശൈബത്തും ഏത് കക്ഷിയായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏത് വിരോധിയും ഏത് അനുകൂലിയും ഒരുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുന്ന ഒരു രംഗമുണ്ട് മഹ്ശറ ലോകത്ത്. ആ രംഗം നന്നായി കൈകാര്യം ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഴിയണം. ആ കഴിവ് അല്ലാഹു നൽകുമെന്ന് പറഞ്ഞതാണ്. ആ കഴിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഓ ചെറുപ്പക്കാരെ, നമ്മൾ അറിയണം, മഹ്ശറ എന്ന് പറഞ്ഞാൽ അതേതെങ്കിലും ഒരു ഭൗതിക കോടതി പോലെ അല്ല, ഏതെങ്കിലും ഒരു രാജാവിന്റെ സദസ്സ് പോലെ അല്ല, ഒരു പോലീസ് സ്റ്റേഷൻ പോലെ അല്ല. അത് ലോകം മുഴുക്കി അടക്കി ഭരിക്കുന്ന രാജാവിന്റെ കോടതിയാണ്. ആ രാജാവ് രഹസ്യങ്ങളും പരസ്യങ്ങളും ഒരുപോലെ അറിയുന്നവനാണ്. ആ രാജാവ് കൈക്കൂലി സ്വീകരിക്കുന്നവരല്ല. അവൻ ആരുടെയും ആവശ്യം ഇല്ല. ആ രാജാവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിൽ ആർക്കും ഒന്നും മറച്ചു വെക്കാൻ സാധ്യമല്ല. സർവ രഹസ്യങ്ങളും വെളിച്ചത്ത് വരുന്ന സന്ദർഭമാണ്. ഏത് കാര്യങ്ങളും വെളിച്ചത്ത് വരുന്ന രംഗമാണ്. രഹസ്യമായി ചെയ്തത് പരസ്യമാകുന്ന സ്ഥലമാണ്.
ആദരവുള്ളവർക്ക് ആദരവുണ്ട്, നിന്യതയുള്ളവർക്ക് നിന്യതയുണ്ട്. പണത്തിന്റെ പവർ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല, അധികാരത്തിന്റെ ഹുങ്ക് കൊണ്ട് നേടാൻ കഴിയില്ല, വക്കീലിനെ വെച്ച് വാദിക്കാൻ നിവൃത്തിയില്ല, കൈക്കൂലി കൊടുക്കാൻ വകുപ്പില്ല, മറച്ചു വെക്കാൻ നിവൃത്തിയില്ല. രാജാവിന്റെ കോടതിയാണ് മഹ്ശർ. ആ മഹ്ശറിൽ ഓ സഹോദരന്മാരെ, എല്ലാവരും പേടിയിലാണ്, ബേജാറിലാണ്. കാരണം എന്ത്? നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, കല്ല ഇദാ ദുഃഖത്തിൽ അർളു ദക്കൻ ദക്കാ വജാഅ റബ്ബുക വൽ മലകു സഫൻ സഫാ വജീഅ യൗമൈദിൻ ബിജഹന്നം. ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ ആ രംഗത്തെക്കുറിച്ച് വിവരിക്കപ്പെട്ടിട്ടുണ്ട്. അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയുടെ രൂപഭാവങ്ങളൊക്കെ മാറ്റിപ്പോയി. യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാതു മത്വിയാതും ബിയമീനി. ഭൂമിയുടെ രൂപഭാവങ്ങൾ മാറിപ്പോയി. പർവ്വതങ്ങളില്ല, പർവ്വതങ്ങൾ ധൂളി പോലെ പാറിപ്പോയി. കുഴിയില്ല, കുണ്ടില്ല, ഉയരമുള്ള സ്ഥലങ്ങളില്ല, മുഴുവനും ഖാഅൻ സഫ്സഫാ, ഒരൊറ്റ പലക പോലെ പരത്തിപ്പോയി. ഭൂമി മുഴുവനും പരന്നു കിടക്കുന്നു. ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അന്ത്യനാൾ വരെ ഉള്ള മഹാന്മാരും മഹദികളും അതേ മറുഭാഗത്ത് തമ്മാടികളും അവിശ്വാസികളും എല്ലാവരും സമ്മേളിക്കുന്നു. ആ സമ്മേളിക്കുന്ന രംഗത്ത് അതാ ജഹന്നമാകുന്ന നരകത്തെ കൊണ്ടുവരുന്നു. 70,000 വട്ടക്കണ്ണികളുള്ള ജഹന്നം. ഓരോ വട്ടക്കണ്ണികൾ 70,000 മലക്കുകൾ പിടിച്ചുകൊണ്ട് ആ രംഗത്തേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. ഭയാനകമായ ഒരു രംഗം തന്നെ. ഇന്നിപ്പോൾ 15 കോടിയോളം കിലോമീറ്റർ അകലെ ഉദിക്കുന്ന സൂര്യൻ വളരെ അടുത്തു വന്നുദിക്കുന്നു. വിയർത്ത് പലരും ഇങ്ങനെ മുങ്ങുന്നു. എല്ലാവരും ഭയപ്പെട്ട് വിറക്കുന്നു. ആ രംഗമാണ് മഹ്ശറ. ഓ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, അല്ലാഹു ജല്ല ജലാലുഹു സാധുക്കളായ നമ്മെ എല്ലാ വീട്ടിലും രക്ഷപ്പെടുത്തുമാറാകട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. പടച്ച റബ്ബിന്റെ കോടതിയെ കുറിച്ച് ബോധമുള്ളതോടുകൂടി ആയിരിക്കണം ഏത് വാക്കും സംസാരിക്കുന്നത്, ഏത് സദസ്സിലും പോകുന്നത്, ഏത് വാക്കും സംസാരിക്കുന്നത്, എന്തും പ്രവർത്തിക്കുന്നത്, എന്തും ചലിക്കുന്നത്, എന്തും തീരുമാനിക്കുന്നത്. ഭൗതികമായ ലോകം നിലനിൽക്കുന്ന ലോകമല്ല, ഒരിക്കലും തന്നെ അത് നമുക്ക് സുഖിക്കാനുള്ള ലോകമല്ല. അതൊരു യാത്ര പോകുന്ന ലോകമാണ്. നിലനിൽക്കുന്ന ലോകം പാരത്രിക ലോകമാണ്. അവിടെ വിചാരണക്ക് ഹാജരാകാതെ ഒരാൾക്കും രക്ഷപ്പെടാൻ സാധ്യമല്ല. ആ വിചാരണക്ക് വേണ്ടി ഹാജരാക്കപ്പെട്ട മഹ്ശർ ഒരു ഭാഗത്ത് ഭയാനകമായ നരകമാണ്. ആ നരകമെന്ന് പറഞ്ഞാൽ ഓ ചെറുപ്പക്കാര് ചിന്തിക്കണം. നമ്മൾ സലാത്തിന് വരുന്നു, അല്ലാഹു അതിന്റെ ബറക്കത്ത് നമ്മുടെ ഖൽബിനും നമ്മുടെ ശരീരത്തിനും കുടുംബങ്ങൾക്കും ഒക്കെ നൽകുമാറാകട്ടെ. നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം, വെറും സലാത്തിന്റെ സദസ്സിൽ പോയാൽ പോരാ, റജബ് 27 മാത്രം ആദരിച്ചാൽ പോരാ. എന്നും നാം കൃത്യമായി നിസ്കരിക്കുന്നവരാകണം. എന്നും നാം ഹറാമിൽ നിന്ന് മാറി നിൽക്കുന്നവരാകണം. എന്നും ഫർളായ അമലുകൾ ജീവിതത്തിൽ എടുക്കുന്നവരാകണം. എന്നും സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നവരാകണം. എല്ലാ പത്രങ്ങളും വായിക്കുന്നുണ്ട്, നേതാക്കളുടെ പ്രസ്താവനകൾ ആർത്തിയോടെ വായിക്കുന്നുണ്ട്. പക്ഷേ നമ്മെ പടച്ച രാജാവിന്റെ വചനങ്ങളുള്ള ഖുർആൻ ഒരു ദിവസം നീ പാരായണം ചെയ്യുന്നില്ല. നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവിന് നീ ഒരാശംസ അർപ്പിച്ച് സ്വലാത്ത് ചൊല്ലുന്നില്ല. നീ അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കാൻ അവസരം കണ്ടെത്തുന്നില്ല. ഈ ജീവിതം മാറ്റിയിട്ട് പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുമ്പോ രക്ഷപ്പെടാനുള്ള വഴികളിൽ എന്റെ ജീവിതം മുഴുക്കെ
സാധിച്ചില്ലെങ്കിലും സാധിക്കുന്നതിന്റെ പരമാവധി ഞാൻ സൽക്കർമ്മങ്ങളിൽ മുഴുകണം എന്ന ചിന്ത എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ മനസ്സിൽ വേണം. എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നവർ തന്നെ. സുബ്ഹിന്റെ സമയത്ത് കിടന്നുറങ്ങി നിസ്കാരം ഖളാക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്, നന്ദിയില്ലാത്ത അടിമകളല്ലേ? ബാലശൈത്താനു ഫീ ഉദ്നിഹി, അങ്ങനെ കിടന്നുറങ്ങുന്നവന്റെ ചെവിട്ടിൽ ശൈത്താൻ മൂത്രമൊഴിച്ചുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ശൈത്താനിന് ക്ലോസറ്റും പിടിച്ച് കിടക്കുന്നവരായി നമ്മൾ അതപ്പതിക്കാൻ പാടുണ്ടോ? നാം ശൈത്താനിനെ അകറ്റുന്നവരാകണം. ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, മോനെ നീ ദിക്ർ ചൊല്ലുന്നു, ദിക്ർ ശൈത്താനിനെ അകറ്റാനുള്ള വഴിയാണ്. പക്ഷേ നീ ദിക്ർ ചൊല്ലിയിട്ട് ശൈത്താൻ അകലുന്നില്ല. കാരണം അറിയാമോ നിനക്ക്? ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് പറയുന്നു, നായയെ നീ തെളിച്ചോടിക്കുന്നു, പക്ഷേ നായ ഇഷ്ടപ്പെടുന്ന മാംസത്തിന്റെ കഷ്ണങ്ങൾ നീ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു. നായ ആഗ്രഹിക്കുന്ന മാംസത്തിന്റെ കഷ്ണങ്ങൾ നിന്റെ 4 ഭാഗത്തും നീ ബക്കറ്റിൽ വെച്ചിരിക്കുന്നു. നിന്റെ കയ്യിലും നീ മാംസകഷ്ണം പിടിച്ചിരിക്കുന്നു. എന്നിട്ട് ആ മാംസകഷ്ണവും കയ്യിൽ പിടിച്ചിട്ട് നായയെ ശബ്ദമെടുത്ത് നീ ശബ്ദമെടുത്ത് തെളിച്ചാൽ നായയുണ്ടോ? പോകുന്നു. നിന്റെ കയ്യിൽ കാണുന്ന മാംസകഷ്ണത്തിലേക്ക് നായ അടുത്തടുത്ത് വരുന്നത് പോലെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നു, നീ അല്ലാഹ് അല്ലാഹ് എന്ന ദിക്ർ ചൊല്ലുന്നു. പക്ഷേ നിന്റെ മനസ്സിൽ ശൈത്താനിനെ പൂജിക്കുന്നു. നീ ശൈത്താൻ നിന്റെ മനസ്സിൽ അഹങ്കാരം കൊണ്ടുവരുമ്പോ നീ അഹങ്കാരത്തിനടിമപ്പെടുന്നു. നീ മറ്റുള്ളവരോട് അസൂയ വെക്കുന്നു. നീ നാവ് കൊണ്ട് ഗീബത്തും നമീമത്തും ഫിത്നയും ഫസാദും കളവും പറയുന്നു. ഞാനൊരു വലിയവനാണെന്ന് ചിന്തിക്കുന്നു. ഞാൻ ഉന്നത സ്ഥാനമുള്ളവനാകണമെന്ന് ഭൗതിക സ്ഥാനം ആഗ്രഹിക്കുന്നു. നീ അല്ല കൽപ്പിച്ചത് കൈയൊഴിക്കുന്നു. നീ അല്ല വിരോധിച്ചതിലേക്ക് ചാടിപ്പോകുന്നു. ഓ മനുഷ്യ, മാംസകഷ്ണവും കയ്യിൽ പിടിച്ചിട്ട് നായയെ തെളിച്ചാൽ നിന്റെ ശബ്ദം കൊണ്ട് നായ പോകുമോ? ഇതുപോലെ നിന്റെ ദിക്റിന്റെ ശബ്ദം കൊണ്ട് നായ പോകാൻ അതാ ശൈത്താൻ അകലുന്നില്ലെന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹ് അവിടുത്തെ ഇഹ്യയിൽ ഓർമ്മപ്പെടുത്തിയില്ലേ? സഹോദരന്മാരെ, നാം നമ്മുടെ മനസ്സ് ക്ലിയറാക്കി ആഖിറത്തെ കുറിച്ച് ചിന്തിച്ച് പാരത്രിക ലോകത്തൊരു വലിയ വിചാരണയുടെ ദിവസമുണ്ടെന്ന ചിന്തയിൽ നമ്മുടെ ജീവിതത്തിന്റെ സർവ്വരംഗങ്ങളും ക്രമീകരിക്കണം. അതില്ലെങ്കിൽ നമുക്ക് ഫലം ലഭിക്കുന്നില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് നരകമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള തീയാണ്. അവിടെ കത്തിക്കുന്നത് ഉണക്ക് മരക്കഷ്ണമല്ല, മറിച്ച് പച്ച മനുഷ്യന്മാരെയാണ്. ആ മനുഷ്യരോ അതേ നമ്മെ പഠിപ്പിക്കുന്നു, നരകത്തിൽ കിടക്കുന്ന മനുഷ്യന്റെ പല്ല് തന്നെ വലിയ പാറ പോലെ വലിപ്പമുള്ളതാണ്. അവന്റെ ബോഡി തന്നെ വലിയ പർവ്വതം കണക്കെ വലിപ്പമുള്ളതാണ്. അങ്ങനെയുള്ള പച്ച മനുഷ്യന്മാരെ കത്തിക്കുന്ന തീയാണ് നരകം. അവിടെ 70 ഇരട്ടിയോളം ചൂടുള്ള തീയാണ്. കുല്ലമാ നളിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ്. ശരീരത്തിലെ തോലിങ്ങനെ കത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരിഞ്ഞു പോകുമ്പോ, അത് കരിഞ്ഞു പോകുമ്പോ പിന്നെയും പിന്നെയും തോല് പുതിയത് നൽകി ശിക്ഷിക്കപ്പെടുക തന്നെ. അവിടെ കത്തിക്കപ്പെടുന്ന മറ്റൊരു വസ്തു പാറക്കല്ലുകളാണ് കേട്ടോ. വഖൂദുഹന്നാസു വൽ ഹിജാറ,
ആ തീയിൽ കത്തിക്കപ്പെടുന്നത് പാറക്കല്ലുകളും പച്ച മനുഷ്യന്മാരുമാണ്. ആ നരകാഗ്നിയുണ്ടല്ലോ, അർഹമുർറാഹിമീനായ റബ്ബേ, ഞങ്ങൾ അഹ്ലു ബൈത്തിന്റെ കാൽക്കൽ വരുന്നത്, ഞങ്ങൾ സലാത്തിന്റെ സദസ്സിൽ വരുന്നത്, ഞങ്ങൾ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നത്, അവിടുന്ന് അനുഗ്രഹം ലഭിച്ചിട്ടുള്ള ദിവസത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നത് ആ നരകാഗ്നിയിൽ നിന്ന് സാധുക്കളായ ഞങ്ങൾക്ക് മോചനം ലഭിക്കാനാണ്. ഞങ്ങളെ മജ്‌ലിസുകളിൽ നിന്ന് അതിന് മോചനം എഴുതപ്പെട്ടുകൊണ്ടല്ലാതെ അടിമകളായ ഞങ്ങളെ തിരിച്ചേക്കരുത് റഹ്മാനേ. ആ ഭയാനകമായ നരകം ഒരു ഭാഗത്താണ്, അതേ സമയത്ത് സന്തോഷകരമായ സ്വർഗം മറുഭാഗത്താണ്. അവിടെ പൊന്നിന്റെ ഇഷ്ടികകളാണ്, അവിടെ മുത്തിന്റെയും അതുപോലെ മാണിക്യത്തിന്റെയും പണികളാണ്, സുന്ദരികളായ സ്ത്രീകളാണ്, അവിടെ സൗന്ദര്യമാണ്, അവിടെ എപ്പോഴും തണലാണ്, വെയിലിന്റെ ചൂടില്ല, ചളി പുരളലില്ല, ചീത്ത പറയലില്ല, തെറി പറയലില്ല, കുറ്റം പറയുന്നവരില്ല, തലവേദനയില്ല, ഊരവേദനയില്ല, അതേ ഹൈദ് രക്തമുള്ള ഭാര്യമാരില്ല, നിഫാസ് രക്തമുള്ളവരില്ല, ജലദോഷമില്ല, പല്ലുവേദനയില്ല, അതേ സന്തോഷമല്ലാതെ മറ്റൊന്നുമില്ല. അവിടെയുള്ള കാഴ്ചകൾ വർണ്ണിക്കാൻ പറ്റുന്നതല്ല, അവിടെയുള്ള ശ്രവണമധുരമായ ഗാനങ്ങൾ വർണ്ണിക്കാൻ പറ്റുന്നതല്ല. എല്ലാ സന്തോഷവുമുള്ള സ്വർഗം ഒരു ഭാഗത്തും നരകം ഒരു ഭാഗത്തും. അതാദ്യം തന്നെ ഒന്ന് കാഴ്ചയിൽ പെടുമ്പോൾ സ്വർഗം കാണുന്ന മനുഷ്യന്റെ മനസ്സ് സ്വർഗത്തിലേക്ക് ചിന്തിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇത്രയും അലങ്കാരമുള്ള സ്വർഗം, ആ സ്വർഗത്തിലേക്ക് മനസ്സ് നീങ്ങാൻ സാധ്യതയുണ്ട്. ഭയാനകമായ നരകം, അതിലേക്ക് മനുഷ്യന്റെ ഹൃദയം ഭയപ്പെട്ട് നീങ്ങിപ്പോകാനും സാധ്യതയുണ്ട്. ഇത് രണ്ടും ഈ ഉമ്മത്തിനെ രക്ഷപ്പെടുത്താനുള്ള നേതാവ്, ലോക ജനങ്ങളെ രക്ഷപ്പെടുത്താനുള്ള നേതാവ്, റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പാരത്രിക ലോകത്ത് പുതുമയോടെ കാണുന്നൊരു സാഹചര്യം ഉണ്ടാകരുത്. പുതുമയോടെ സ്വർഗം കാണുമ്പോൾ മനസ്സങ്ങോട്ട് തിരിഞ്ഞു പോയാലോ, പുതുമയോടെ നരകം കാണുമ്പോൾ മനസ്സങ്ങോട്ട് തിരിഞ്ഞ് ഭയവിഹ്വലനായാലോ, ഉമ്മത്തിന്റെ കാര്യം ശ്രദ്ധിക്കുന്നതിൽ അവിടുത്തെ ശ്രദ്ധ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്വർഗം ഈ ലോകത്ത് വെച്ച് തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം, നരകം ഇവിടെ വെച്ച് തന്നെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അതുപോലെയുള്ള അജായിബുകൾ മുഴുവനും അതേ അതേ ലോകത്തുള്ള അത്ഭുതങ്ങൾ എന്തൊക്കെ അല്ലാഹു സൃഷ്ടിച്ചിട്ടുണ്ടോ അത് മുഴുവനും വഫാത്തിന് മുമ്പ് തന്നെ, അതേ വഫാത്തിന് മുമ്പ് തന്നെ അല്ലാഹുവിന്റെ റസൂലിനൊന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഒരിക്കൽ കണ്ടത് പിന്നെ കാണുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് തിരിയില്ല. അത് മുമ്പ് ഞാൻ കണ്ടതല്ലേ, മുമ്പ് ഞാൻ അറിഞ്ഞതല്ലേ, മുമ്പ് ഞാൻ കണ്ടതല്ലേ എന്ന നിലക്ക് ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു പോകാതെ ശ്രദ്ധ പൂർണ്ണമായി ലോക ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള റെക്കമെൻഡ് ഉണ്ടല്ലോ, അശ്ശഫാഅത്തുൽ ഉളമാ, വലിയ റെക്കമെൻഡ്, വലിയ ശുപാർശ, അവിടുത്തെ ഉമ്മത്തുകളെ രക്ഷപ്പെടുത്തുന്ന റെക്കമെൻഡ് ഉണ്ടല്ലോ. ആ റെക്കമെൻഡിന്റെ കാര്യത്തിൽ തന്നെ മഹ്ശറയിൽ ലോക നേതാവിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിന് ഇവിടെ വെച്ച് തന്നെ സർവ്വ അത്ഭുതങ്ങളും സർവ്വ സൃഷ്ടികളും സ്വർഗവും നരകവും ഒക്കെ കാണിച്ചു കൊടുക്കണം. അത് കണ്ടാൽ പിന്നെ പഴകിയതാണ് കാണുന്നത്, പുതിയതല്ല. അങ്ങനെ ശ്രദ്ധ മുഴുവനും സൃഷ്ടികളെ രക്ഷപ്പെടുത്തുന്നതിൽ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി കാണേണ്ടത് മുഴുവനും കാണിച്ചു കൊടുത്ത ദിനമാണ് മിഅ്റാജ് ദിനം. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ അവിടുന്ന് പൂർണ്ണമായി അല്ലാഹുവിനെ സ്നേഹിച്ചവരിൽ ഏറ്റവും സ്നേഹിച്ചവരായതിനാൽ അല്ലാഹുവിനെ കാണുക എന്ന കാര്യവും സമുദായത്തെ സൃഷ്ടികളോട് കാരുണ്യം കാണിച്ച് സമുദായത്തെ പ്രിയം വെച്ച നേതാവായതിനാൽ ആ പ്രിയം വെച്ച സമുദായത്തെ രക്ഷപ്പെടുത്താൻ മനസ്സ് പൂർണ്ണമായി സ്വതന്ത്രമായി കിട്ടാനുള്ള കാര്യങ്ങളും രണ്ടും നടക്കുന്ന ദിനമാണ് മിഅ്റാജ് ദിനം കേട്ടോ. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി, അല്ലാഹു പരിശുദ്ധൻ തന്നെ, അവൻ അവന്റെ അടിമയെ രാത്രിയിൽ നടത്തി. മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ രാത്രിയിൽ അല്ലാഹുവിന്റെ റസൂലിനെ നടത്തി. അവന്റെ അടിമ എന്നാണ് പറഞ്ഞത്. അവന്റെ അടിമ എന്ന് പറയുമ്പോൾ ശരീരവും ആത്മാവും ചേർന്നതിനാണല്ലോ അബ്ദു എന്ന് പറയാറുള്ളത്. അശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുഹു എന്ന് പറഞ്ഞാൽ വെറും ആത്മാവ് എന്നല്ലല്ലോ. അതുകൊണ്ട് തന്നെ ആത്മാവും ശരീരവുമായി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാത്രിയിൽ നടത്തിയ സൃഷ്ടാവായ അല്ലാഹു പരിശുദ്ധൻ തന്നെ. ഇത് പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞു എന്താണ്? ലിനുരിയഹു മിൻ ആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാം രാത്രിയിൽ നടത്തിയിട്ടുള്ളത്. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിം മിനൽ ളുലമി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈരിൽ ഖൽഖി കുല്ലിഹിം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അതിന് അയച്ചിട്ടുള്ളത് ഒരു പ്രഗൽഭനെയാണ്. ഏറ്റവും വലിയ പ്രഗൽഭൻ, മലക്കുകളിൽ വെച്ച് ഏറ്റവും വലിയ പ്രഗൽഭൻ അതാരാണ്? മലക്കുൽ അമീൻ ജിബ്രായീൽ. ആദരവ് നൽകപ്പെടുന്നവരെ വിളിക്കാൻ പോകുന്നവരും ഒരു കൊള്ളാവുന്നവരാവുക എന്നത് അതും ഒരാദരവാ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അതും അവിടെ വന്നിട്ട് ഒരു ടാക്സി കിട്ടുമോ എന്ന് നോക്കിയിട്ടല്ല, വരുമ്പോ തന്നെ സ്പെഷ്യൽ വാഹനവുമായിട്ടാണ് വന്നത്. അവിടെ എത്തിയിട്ട് ഓട്ടോറിക്ഷ നോക്കിയെടുക്കല്ല, മറിച്ച് സ്പെഷ്യൽ വാഹനവുമായിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അങ്ങനെ വാഹനവും എടുത്ത് ഏറ്റവും പ്രഗൽഭനായ ആളെ പറഞ്ഞേച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ ആദ്യമായി അവിടുത്തെ നെഞ്ചു കീറി ഹൃദയം പുറത്തെടുത്ത് സംസം വെള്ളം കൊണ്ട് കഴുകി. സംസം വെള്ളം ബറക്കത്തുള്ള വെള്ളമാണ്. അത് ഉപ്പാപ്പയുടെ കാല് തൊട്ട സ്ഥലത്ത് നിന്ന് പൊട്ടി വലിച്ച വെള്ളമാണ്. ആരുടെ ഉപ്പാപ്പ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലത്ത് നിന്ന് നിർഗളിച്ച വെള്ളമാണ്. ആ ഉപ്പാപ്പയുടെ കാല് തൊട്ട സ്ഥലത്ത് നിന്ന് നിർഗളിച്ച വെള്ളം ബറക്കത്തുള്ള വെള്ളമാണ്. ആ വെള്ളം കൊണ്ട് കഴുകി തലസ്ഥാനത്ത് വെച്ച് മുറിവ് കൂട്ടി. പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ ഇങ്ങനെ വഅദ് പറയുമ്പോൾ യുക്തിവാദികൾ ചിരിക്കും, നിരീശ്വരവാദികൾ കൊഞ്ഞനം കാട്ടും. അവർ പറയും മുസ്ലിംമാർ ചില അന്ധവിശ്വാസങ്ങളൊക്കെ പറയുന്നത് നോക്ക്, ഒരാളുടെ നെഞ്ഞു കീറിയിട്ട് ഹൃദയം പുറത്തെടുത്തിട്ട് കഴുകിയിട്ട് അവിടെ തന്നെ വെച്ചുപോലും മനുഷ്യൻ ചത്തുപോവുകയില്ലേ എന്ന് പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾ വഅദ് പറയുമ്പോൾ യുക്തിവാദികൾ ചോദ്യം ചെയ്തു. പക്ഷേ ഇപ്പോൾ ആ യുക്തിവാദികളുടെ ഹാർട്ടും പുറത്തെടുത്ത് അതാ വേണ്ടതൊക്കെ ചെയ്തിട്ട് നമ്മൾ കക്കൂസിന്റെ
അതുപോലെ ബാത്റൂമിന്റെ ഒക്കെ ഓസിന്റെ ഉള്ളിൽ സാധനങ്ങൾ കുടുങ്ങിപ്പോയാൽ ആ ഓസ് ശരിയാക്കുന്നത് പോലെ ചിലപ്പോൾ പൈപ്പ് മുറിച്ച് മാറ്റി വേറെ ഒന്ന് വെച്ചു കൊടുക്കുന്ന പ്ലംബിംഗുകാരൻ വെച്ചു കൊടുക്കുന്നത് പോലെ ഇപ്പൊ കാലിന്റെ മുകളിലൊന്ന് മുറിച്ചിട്ട് ഇവിടെ പൈപ്പ് വേറെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കുന്നത് അവൻ കാണുകയാണ്. ഹൃദയം പുറത്തെടുക്കുന്നതും അതിനുവേണ്ടി ശുശ്രൂഷ നടത്തുന്നതുമൊക്കെ ആധുനിക ശാസ്ത്രം വളർന്നപ്പോൾ കാണുകയാണ്. ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്ന കാലം മഹാനവറുകൾ തഫ്സീർ എഴുതിയപ്പോൾ തഫ്സീറിൽ വലിയ വരികൾ തന്നെ ഉപയോഗപ്പെടുത്തിയത് മനുഷ്യന് മേൽപോട്ടേക്ക് ഉയർന്നു പോകാൻ സാധിക്കും എന്നത് ബുദ്ധിപരമായി സമർത്ഥിക്കാനാണ്. ഇന്ന് നമ്മൾ പ്രസംഗിക്കുമ്പോ ആകാശലോകത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉയർന്നു പോയി എന്ന് പറയുമ്പോ നമ്മൾ അത് ബുദ്ധിപരമായി സമർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളെ മുന്നിൽ കൂടി കൊണ്ടോട്ടി കൂടി പറക്കാണ്, മേൽപോട്ടേക്ക് പറക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പോ ബുദ്ധിപരമായി സമർത്ഥിക്കേണ്ടതില്ല. പഴയ കാലത്ത് ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ട്. അതുകൊണ്ട് എങ്ങനെയായിരുന്നാലും ഒരു വെയിറ്റുള്ള സാധനം അങ്ങനെ പൊങ്ങിപ്പോകാനൊന്നും കഴിയില്ല. കൂടി വന്നാൽ ഒരു ഹൈജമ്പിന്റെ അത്ര ഉയരാൻ കഴിയും, തുള്ളുമ്പോൾ ഉയരുന്നത്ര തുള്ളാൻ കഴിയും എന്നൊക്കെ പറഞ്ഞവരുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ അതിന് തെളിവ് പറയേണ്ടതില്ല. ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ തെളിവ് പറയേണ്ടതില്ല. ഇരിക്കട്ടെ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ അവിടുത്തെ നെഞ്ഞു കീറിയിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം മുറിവ് കൂട്ടിയതിന് ശേഷം ബുറാഖ് എന്ന സ്പെഷ്യൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. വാസ്തവത്തിൽ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകാൻ വാഹനത്തിന്റെ ആവശ്യം ഇല്ല. എല്ലാവർക്കും അറിയില്ലേ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ കാറ്റിലാണ് അല്ലാഹുവിന്റെ റസൂലായ സുലൈമാൻ നബിയെ അല്ലാഹ് കൊണ്ടുപോയത്. അപ്പൊ കാറ്റിൽ വായുവിൽ തന്നെ സുലൈമാൻ നബിയെ കൊണ്ടുപോയതുപോലെ അല്ലാഹുവിന് നബിയെ കൊണ്ടുപോകൽ പ്രയാസമില്ല. പക്ഷേ പിന്നെ എന്തിനാണ് ഇത്ര മുന്തിയ വളരെ സ്പീഡുള്ളൊരു വാഹനം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അയച്ചു കൊടുത്തത്? അതിനൊരുപാട് രഹസ്യങ്ങളുണ്ട്. കൂട്ടത്തിൽ ഒരു രഹസ്യമാണ് മഹാനായ ഖലീൽ തങ്ങളും അതുപോലെ ശൈഖുനാ കാന്തപുരം ഉസ്താദും താജുൽ ഉലമയും ഒക്കെ 1000 വേദികളിൽ ഓടിയെത്തേണ്ടവർ തിരക്കിട്ട് പോകുമ്പോ ഒരു നല്ല കാറിൽ പോകുന്നത് കണ്ടാൽ അങ്ങനെ നബി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന പുത്തൻവാദിയും അസൂയക്കാരനും ഉണ്ടാകും. അപ്പോൾ വളരെ തിരക്കിട്ട് പോയി വരേണ്ട നേതാക്കന്മാർ എത്ര വലിയ നേതാവായിരുന്നാലും എത്രയും സ്പീഡുള്ള വാഹനത്തിൽ കയറാമെന്നും കയറ്റാമെന്നും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ബുറാഖ് എന്നൊരു വലിയ വാഹനം, അത്ഭുതകരമായ വാഹനത്തിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മസ്ജിദുൽ അഖ്സയിലേക്ക് ആനയിക്കുന്നു. വഴിക്ക് 3 സ്ഥലത്ത് ഇറക്കി 2 റക്അത്ത് നിസ്കരിപ്പിച്ചു. അത് 3ഉം ബറക്കത്തുള്ള സ്ഥലങ്ങളാണ്. ഒന്ന് മൂസാ നബി അലൈഹിസ്സലാമിന് കിതാബ് കൊടുത്ത സ്ഥലമാണ്, മറ്റൊന്ന് ഈസാ നബിയെ പ്രസവിക്കപ്പെട്ട സ്ഥലമാണ്, വേറെയൊന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ റൗള ശരീഫ് പിന്നീടുണ്ടാകുന്ന മദീനയാണ്. ആ 3 സ്ഥലങ്ങളിലും ഇറക്കിയിട്ട് 2 റക്അത്ത് നിസ്കരിപ്പിച്ചിട്ടാണ് ജിബ്രീൽ അലൈഹിസ്സലാം നബിയെ യാത്രയാക്കുന്നത്. ആ യാത്ര ഇങ്ങനെ സ്പീഡിൽ അങ്ങ് തുടരുന്നതിനിടയിലും കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം മസ്ജിദുൽ അഖ്സയുടെ സമീപത്താണ് അവിടുത്തെ മഖ്ബറ. ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്താണ് മഖ്ബറ. ആ മഖ്ബറയൊന്ന് സിയാറത്ത് ചെയ്യുന്നു. കഅബ ശരീഫിനടുക്കൽ നിങ്ങൾ പോകാറില്ലേ? ഇപ്പോൾ ഞാനത് വിവരിക്കുന്നില്ല. നാദാപുരം കേസറ്റിൽ ഞാനത് വിശദമായി കിതാബിന്റെ ഇബാറത്ത് വെച്ച് ഉദ്ധരിച്ച് പറഞ്ഞിട്ടുണ്ട്. കഅബത്തിന്റെ സമീപത്ത് 70ഓളം അമ്പിയാക്കളെ ഖബറുകളുണ്ട്. ഹിജ്ർ ഇസ്മായിൽ എന്ന് പറയുന്നത് തന്നെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ ഖബറുള്ള സ്ഥലമാണ്. ഇമാം സർക്കശി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇരിക്കട്ടെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഖബർ ബൈത്തുൽ മുഖദ്ദസിന്റെ സമീപത്തുണ്ട്. ആ മൂസാ നബിയുടെ ഖബറിന്റെ സമീപത്ത് ചെല്ലുമ്പോ അതേ മറർത്തു ബി മൂസാ ലൈലത ഉസ്രി
ഉസ്രിയ ബി, ഞാൻ എനിക്ക് ഇസ്രാ നടന്ന രാത്രിയിൽ ഞാൻ മൂസാ നബിയുടെ സമീപത്തുകൂടെ പോയി. മൂസാ നബി ഖബറിൽ വെച്ച് എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. വഫാത്തായി പോയ മഹാന്മാർ സാധാരണക്കാരെ പോലെയല്ല. വഫാത്തിന് ശേഷവും അവര് നിസ്കാരത്തിലാണ്, അവര് ഖുർആനോത്തിലാണ്, അവര് ദിക്റുകളിലാണ്, അവര് ഹംദിലാണ്. വഫാത്തിന് ശേഷം നിസ്കരിക്കാൻ കൽപ്പനയില്ല, വഫാത്തിന് ശേഷം ഖുർആനോദാൻ കൽപ്പനയില്ല. പക്ഷേ യജമാനനായ റബ്ബിന് ഇബാദത്ത് എടുക്കുന്നത് റബ്ബ് കൽപ്പിച്ചത് കൊണ്ട് മാത്രം അല്ല. അടിമകൾക്ക് ഏറ്റവും രസമുള്ള കാര്യം അടിമത്വം പ്രകടിപ്പിക്കുമ്പോൾ യജമാനന്റെ മുമ്പിൽ അടിമത്വം പ്രകടിപ്പിക്കുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യൽ ഏറ്റവും രസകരമായ കാര്യം തന്നെ. അതിലേറ്റവും കൂടുതൽ രസമുള്ള കാര്യം നിസ്കാരം തന്നെ. കാരണം ഞാൻ പറയേണ്ടതില്ല, പ്രധാനമന്ത്രിയുമായി ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ സമയം കിട്ടിയാൽ എന്താണ് ആ സംസാരത്തിന്റെ രസം? എന്തേ വലിയവനോട് സംസാരിക്കൽ രസമാണ്, നേതാക്കളോട് സംസാരിക്കൽ രസമാണ്. ഇത് ഭൗതികമായി നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ ഏറ്റവും വലിയവനാരാണ്? അത് ഖാലിഖും മാലിക്കുമായ അല്ലാഹുവല്ലേ. പ്രസവിക്കപ്പെട്ട ഉടനെ ചെവിട്ടിൽ കേട്ടത് അല്ലാഹു അക്ബർ എന്നല്ലേ? സർവ പള്ളിയിലും ആവർത്തിച്ച് കേൾക്കുന്നത് അല്ലാഹു അക്ബർ എന്നല്ലേ? അല്ലാഹുവുമായി സംഭാഷണം നടത്തൽ എന്തൊരു റാഹത്തുള്ള കാര്യമാണ്, എന്തൊരു ആനന്ദമുള്ള കാര്യമാണ്. നിസ്കരിക്കാൻ മടി തോന്നുന്ന വല്ലവരും ഈ മജ്‌ലിസിൽ ഉണ്ടെങ്കിൽ ഓർത്തോളണം, നിന്നെ പോലെ ഭാഗ്യമില്ലാത്തവൻ വേറെയില്ല കേട്ടോ. അല്ലാഹുവുമായുള്ള സംഭാഷണത്തിന് കൂടുതൽ ഭാഗ്യം ലഭിച്ചവനാരോ അവനല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാൻ. നിസ്കാരം കൂടുതൽ നിസ്കരിക്കാൻ മടിയുള്ളവനാരോ അവനല്ലേ ഏറ്റവും ലക്ഷണം കെട്ടവൻ. അതുകൊണ്ട് തന്നെ രാജാവായ റബ്ബുമായുള്ള സംഭാഷണമായ നിസ്കാരം അമ്പിയാക്കൾക്ക് വലിയ രസമാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം അത് വഫാത്തോടുകൂടാ രസം മുറിഞ്ഞുകൂടാ, ഖബറിലും നിസ്കരിക്കുക തന്നെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ ചെറുപ്പക്കാരാ, മദ്രസകളിൽ മുഴുവനും ഖുർആൻ പഠിച്ചവരല്ലേ നീയും ഞാനും. ഒരു ദിവസം ഒരു 2 പേജെങ്കിലും ഖുർആൻ ഓതാതെ കിടന്നുറങ്ങുന്നവരല്ലേ നമ്മൾ അധിക പേരും. ചോദിക്കട്ടെ, എല്ലാ പത്രവും നീ വായിച്ചില്ലേ? യജമാനന്റെ വചനങ്ങളല്ലേ ഖുർആനിലുള്ളത്? എന്റെ രാജാവിന്റെ പ്രസ്താവനകൾ, എന്റെ രാജാവിന്റെ വചനങ്ങൾ അതൊരു 2 പേജെങ്കിലും പാരായണം ചെയ്യാതെ ഞാനൊരു ദിവസവും കിടന്നുറങ്ങുകയില്ലെന്നൊരു പ്രതിജ്ഞ എടുത്തുകൂടെ? എന്നിട്ടൊരു സമയം നിശ്ചയിച്ച് ഓരോ ദിവസവും ഒരൽപ്പം ഖുർആൻ ഓതിക്കൂടെ? അതിനൊന്ന് സലാത്തിന്റെ സദസ്സിൽ നിന്ന് നബിതങ്ങളെ ഹുർമത്ത് കൊണ്ട് എനിക്ക് തൗഫീഖ് കിട്ടണമെന്ന് ചിന്തിച്ച് പ്രതിജ്ഞ എടുത്തുകൂടെ? ഓ സഹോദരാ, സമയം നിശ്ചയിച്ചില്ലെങ്കിൽ അത് പിന്നെ നടക്കില്ല. സുബ്ഹിന് ശേഷം, മഗ്രിബിന് ശേഷം, അസ്റിന് ശേഷം ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഇപ്പോൾ നിശ്ചയിക്കുക. ആ സമയത്ത് നിങ്ങൾ ദിവസേന ഖുർആൻ ഓതുക. എങ്കിൽ ദിവസേന അതങ്ങ് നടന്നു പോകും. ഇല്ലെങ്കിൽ ഓതാമെന്ന് കരുതും, ഓത്ത് നടക്കില്ല. അങ്ങനെ നമ്മളങ്ങ് മരിച്ചു പോകും. അതുകൊണ്ട് ഖുർആൻ പാരായണം വലിയ രസമുള്ള കാര്യമാണ്. തബാറക സൂറത്തും ഓതാതെ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങാറില്ല. റസൂലുള്ളാഹിന്റെ സദസ്സിൽ വന്നവർ ഞാനും അതുപോലെ ഓതിയിട്ട് കിടന്നുറങ്ങുമെന്നൊന്ന് തീരുമാനിച്ചാൽ എന്താണ്? ഒരു 10 മിനിറ്റല്ലേ അതിന് ആവശ്യമുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, മൂസാ നബി അലൈഹിസ്സലാം ഖബറിൽ വെച്ച് നിസ്കരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സന്ദർശിച്ചുകൊണ്ട് പള്ളിയിലേക്ക് നീങ്ങുന്നു. പള്ളിയിൽ ചെന്നപ്പോൾ
അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്കും ഇഖാമത്തും കൊടുക്കുന്നു. അവിടെ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ബുറാഖ് എന്ന വാഹനം പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോ അമ്പിയാക്കൾ കെട്ടിയിടാറുള്ള വട്ടക്കണ്ണി ഓടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തെ പിടിച്ചു കെട്ടി. ഇതെന്തിനാണ് ഈ ഹദീസിൽ ഇത് പ്രത്യേകം പറഞ്ഞത്? പണ്ഡിതന്മാർ വിവരിക്കുന്നു, അതെ, അത് പറയാൻ കാരണം കാരണങ്ങളുമായി ബന്ധപ്പെടണമെന്നത് പഠിപ്പിക്കാനാണ്. ഇത് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹ് സ്പെഷ്യലായി പറഞ്ഞേച്ച വാഹനമല്ലേ? ആ വാഹനമുണ്ടോ നബിയെ കൂട്ടാതെ എവിടെയെങ്കിലും പോകുന്നു? ആ വാഹനമുണ്ടോ എവിടെയെങ്കിലും തെറ്റിക്കളയുന്നു? പക്ഷേ കാരണങ്ങളുമായി ബന്ധപ്പെടണമെന്നത് ലോകത്തെ പഠിപ്പിക്കാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂല് വാഹനത്തെ പിടിച്ചു കെട്ടുന്നു. ഡ്രൈവർമാര് പഠിക്കണം, എന്തേ ഉയരമുള്ള സ്ഥലത്ത് വാഹനം നിർത്തുമ്പോൾ കട്ട വെക്കണം. അതുപോലെ അതാ വാഹനം നിർത്തുമ്പോൾ മറ്റുള്ളവർക്ക് ശല്യമില്ലാതെ നിർത്തണം. അതുപോലെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർക്ക് വലിയ കടപ്പാടുണ്ട്. ഒരുപാട് ആളുകളുടെ ജീവൻ അവരുടെ കയ്യിലുണ്ട്. ആ ബോധമില്ലാതെ സ്കൂളിന്റെ വാഹനങ്ങൾ ഡ്രൈവർമാർ ഓടിക്കരുത്. അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ പോകുന്ന ഒരൊറ്റ വാഹനവും ഓടിക്കരുത്. ഓ സഹോദരന്മാരെ, ടൂ വീലറിന്റെ മേലെ പോകുന്ന ധാരാളം ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു കാവൽ നൽകട്ടെ. ചെറുപ്പക്കാരെ, ശ്രദ്ധിക്കാതെ വാഹനം ഓടിക്കരുത്. കാരണങ്ങളുമായി ബന്ധപ്പെടണമെന്നത് ലോകത്തെ പഠിപ്പിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി വാഹനം പിടിച്ച് ബന്ദ് ചെയ്യുന്നു, കെട്ടുന്നു. അല്ലാഹുവിന്റെ റസൂല് പള്ളിയിൽ കയറുന്നു. പള്ളിയിൽ കയറിയാൽ യജമാനനായ റബ്ബുമായുള്ള സംഭാഷണത്തിൽ മുഴുകുകയും ദിക്റിലും ഔറാദിലും സ്വലാത്തിലും മുഴുകുകയുമല്ലേ ഒരു മനുഷ്യൻ വേണ്ടത്? പള്ളികൾ രാഷ്ട്രീയം പറയാനുള്ളതല്ല. പള്ളികൾ ദുന്യാവിന്റെ സംസാരത്തിന് വേണ്ടിയുള്ളതല്ല. പള്ളികൾ അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ബാങ്ക് വിളിക്കുന്നു, ഇഖാമത്ത് വിളിക്കുന്നു. അതേ, മുതഅല്ലിമീങ്ങൾക്കറിയില്ലേ, മദീനയിൽ ചെന്നതിന് ശേഷമാണ് ജമാഅത്തായുള്ള നിസ്കാരത്തിന്റെ ബാങ്കും ഇഖാമത്തും അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വപ്നം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായതെന്ന് ഫത്ഹുൽ മുഈനിൽ ഓതി. അപ്പോൾ മുതഅല്ലിമീങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ബാങ്കും ഇഖാമത്തും കണ്ടിട്ടുണ്ടായ ഒരു സംഗതിയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ബാങ്കും ഇഖാമത്തിന്റെയും തെളിവ് സ്വപ്നമല്ല. സ്വപ്നം ഇസ്ലാമിൽ തെളിവല്ല. അമ്പിയാക്കളുടെ സ്വപ്നം തെളിവാണ്, മറ്റാരുടെ സ്വപ്നവും ഇസ്ലാമിൽ തെളിവല്ല. തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടതിന് സ്വപ്നം ഉപോത്ബലകമായി പറയാം. അതാണ് നമ്മുടെ ചില ഗ്രന്ഥങ്ങളിൽ സ്വപ്നത്തിന്റെ കഥകൾ കാണുന്നത്, അല്ലാതെ സ്വപ്നം തെളിവല്ല. ഞാൻ എന്തേ അങ്ങനെ പറയാൻ കാരണം ഇത് സുബ്ഹാനല്ലാഹ് അന്ധവിശ്വാസത്തിന്റെ ലോകമാണ്. എവിടെയെങ്കിലും ഒരു കടലിലോ ഒരു പുഴയിലോ വെള്ളം കച്ചറയായിട്ട് അതിന്റെ രുചിയൊന്ന് മാറിയാൽ കറാമത്തെന്ന് വിധി എഴുതുന്ന ജാഹിലീങ്ങളുള്ള കാലമാണ്. സുബ്ഹാനല്ലാഹ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒന്ന് നടന്നാൽ അതൊക്കെ കറാമത്താണെന്ന് വിളിച്ചു കൂവുന്ന ജാഹിലീങ്ങൾ നേതൃത്വം നൽകുന്ന കാലമാണ്. അതിന്റെ പേരിൽ ഒറിജിനൽ കറാമത്തുകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മുക്കിന് ശൈഖന്മാരെന്ന് പറഞ്ഞിട്ട് കള്ള ശൈഖന്മാരിങ്ങനെ ഓഫീസ് തുറക്കുന്ന കാലമാണ് ഇപ്പോൾ. ഞാനതിലേക്ക് കടക്കുന്നില്ല. അതേ, നിങ്ങൾ കേട്ടിട്ടില്ലേ, പുകയില്ലാത്ത അടുപ്പും ശരീഅത്തില്ലാത്ത ത്വരീഖത്തും ആലുവായിൽ. സുബ്ഹാനല്ലാഹ്, ഈ രൂപത്തിൽ കുറെ സാധനങ്ങൾ എവിടെയെല്ലാമാണ് ഇറങ്ങി വരുന്നത്, എന്തെല്ലാമാണ് ഇവിടെ നടക്കുന്നത്. പുകയില്ലാത്ത അടുപ്പിന് തെറ്റില്ല, പക്ഷേ ശരീഅത്തില്ലാത്ത ത്വരീഖത്തില്ല. ത്വരീഖത്ത് എന്നത് തന്നെ ശരീഅത്താണ്. ശരീഅത്ത് പൂർണ്ണമായി അവലംബിക്കുന്നതാണ് ത്വരീഖത്ത്. ത്വരീഖത്ത് എന്നത്
അല്ലാതെ ത്വരീഖത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും കോപ്പിരാട്ടിയല്ല. ഇപ്പോൾ ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. സുബ്ഹാനല്ലാഹ്. ശിആ വിഭാഗത്തിന്റെ ഒരു വിഭാഗമാണ് സൈദിയ്യ. ആ സൈദിയ്യ വിഭാഗത്തിന്റെ നേതാവ് ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞുണ്ടാക്കിയിട്ട് കെട്ടിയുണ്ടാക്കിയ ജഫർ ജാമിയ എന്ന് പറയുന്ന ഒരു സാധനം, അതാണ് പരിശുദ്ധ ഖുർആനിനേക്കാൾ മഹത്വമുള്ളതെന്ന് അറിയിക്കുന്ന വാചകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ട് പടച്ച റബ്ബിന്റെ പേരിൽ തോന്നിവാസം എഴുതിയിട്ട് കുൽസാരി ഖദീർ എന്ന് പറഞ്ഞ പുസ്തകമിറക്കിയ മുഹമ്മദ് ബാദിഷാ ഖാദിരിയും ഇബ്രാഹിം ബാദിഷാ ഖാദിരിയും ശൈഖിന്റെ വലിയ ശൈഖ് മുറബ്ബിയാണെന്ന് പറഞ്ഞിട്ട് സുബ്ഹാനല്ലാഹ് ആലുവായിലെ ശൈഖും, ശൈഖ് എന്ന് ഞാൻ പറഞ്ഞത് ശൈഖ് എന്ന അർത്ഥത്തിലല്ല, ഇന്നമ ശൈഖു മൻ യദിബു ദബീബ, വയസ്സ് കൂടിയാലും ശൈഖ് എന്ന് പറയാമല്ലോ, ആ അർത്ഥത്തിലാണ് ഞാൻ ശൈഖ് എന്ന് പറഞ്ഞത്. ഇരിക്കട്ടെ, ആലുവായിലും വെങ്ങാട്ടിലും എവിടെയെല്ലാമാണ് ആരൊക്കെയാണ് ഇറങ്ങുന്നത്, എന്താണ് ദീനിന്റെ വിശ്വാസം എന്നറിയാതെ, എന്താണ് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദ എന്നറിയാതെ, എന്താണ് ത്വരീഖത്ത് എന്നറിയാതെ, എന്താണ് ശരീഅത്ത് എന്നറിയാതെ എത്ര പാപങ്ങളെയാണ് അത്ഭുതം കാണിച്ച് പറ്റിക്കുന്നത്. ഓ സഹോദരന്മാരെ, അത്ഭുതങ്ങളൊക്കെ കറാമത്താണോ? ഒരിക്കലും തെറ്റിദ്ധരിക്കണ്ട, അത്ഭുതങ്ങളൊക്കെയും കറാമത്തല്ല. കറാമത്ത് അത്ഭുതങ്ങളൊക്കെ കറാമത്തല്ല. എന്തെല്ലാം അത്ഭുതങ്ങൾ സത്യസായിബാബ എന്ന് പറയുന്ന മനുഷ്യൻ കാട്ടിയേക്കാം, ആരെല്ലാം കാണിച്ചേക്കാം, ശൈത്താനിന്റെയും ജിന്നിന്റെയും സേവ കൊണ്ട് എന്തൊക്കെ നടന്നേക്കാം. ഞാനിപ്പോഴതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. മലപ്പുറം ജില്ലയിലുണ്ട് പരപ്പനങ്ങാടി, താനൂര് തുടങ്ങിയ ചില സ്ഥലങ്ങളിൽ വടകരക്ക് വെള്ളിയാഴ്ച രാവിലെ വണ്ടി കയറുന്ന ഒരു കൂട്ടർ വടകര ത്വരീഖത്തുകാര്. സുബ്ഹാനല്ലാഹ്, ഞാൻ അന്വേഷിച്ചു, അവരുടെ പുസ്തകം എന്റെ കയ്യിലുണ്ട്. ജിബിരിൽ എന്ന് പറഞ്ഞാൽ മൂക്കാണ്, അസ്രായിൽ എന്ന് പറഞ്ഞാൽ കാതാണ്, മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ കാഫിറാണ് എന്ന് പറയുന്ന ഒരു ത്വരീഖത്ത്. എന്നിട്ടോ അള്ളയാണ് മുഹമ്മദ് നബിയാണ് മൊയ്തീൻ ശൈഖ്, മൊയ്തീൻ ശൈഖാണ് ഞാൻ ശൈഖ് എന്ന് പറയുന്ന ത്വരീഖത്ത്. ഇതൊന്നും ത്വരീഖത്തല്ല, ഇതൊക്കെ അബദ്ധ വിശ്വാസങ്ങളാണ്, സുന്നത്ത് ജമാഅത്തിനെതിരിലുള്ള ആശയങ്ങളാണ്. അത്ഭുതങ്ങൾ കണ്ടേക്കും, അതിൽ പെട്ടുപോകണ്ട. ഞങ്ങളുടെ നാദാഭിനത്തിനടുത്ത് ചെക്കിയാട് ഒരു പെണ്ണ് പോയി ത്വരീഖത്ത് കുടുങ്ങി, പിന്നെ പെണ്ണെന്തൊക്കെ അത്ഭുതങ്ങളാ കാണിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. കമ്മിറ്റിക്കാര്, ചെക്കിയാട് മഹല്ല് കമ്മിറ്റിക്കാർ ഒരു ദിവസം എന്നെ വിളിച്ചു, എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളൊക്കെ ആ സ്ത്രീയുടെ അടുക്കൽ വരുന്നത് ഭർത്താവ് കാണാറുണ്ട് എന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ പോയിട്ടില്ല, എനിക്ക് എല്ലാത്തിന്റെ തിരക്കായിട്ട് വീട്ടിൽ തന്നെ പോകാൻ നേരില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. അപ്പൊ പിന്നെ എന്താണ് നോക്കുമ്പോ വേറെയും കുറെ ആലിമീങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്നാ പറയും. ഞാൻ പറഞ്ഞതൊക്കെ ജിന്നാണ്, ജിന്ന് പല കോലത്തിലും വരും, പെട്ടുപോണ്ട. അങ്ങനെ അവിടെ പോയി പ്രസംഗിക്കണമെന്ന് പറഞ്ഞു, പ്രസംഗിച്ചു. فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നുകളുടെ കോപ്പിരാട്ടികളും ജിന്നുകളുടെ വികൃതികളും ജിന്നുകൾ കോലം മാറുന്നതും ഒക്കെ പറഞ്ഞ് പ്രസംഗിച്ചു. അൽഹംദുലില്ലാഹ്, ആ സ്ത്രീയും സ്ത്രീയുടെ ഭർത്താവും പിറ്റേന്ന് രാവിലെ ആ ത്വരീഖത്ത് ഒഴിവാക്കി അങ്ങനെ എന്നെ വിളിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ ഉസ്താദിനെ കാണാൻ. ഞാൻ പറഞ്ഞു, പെണ്ണ് വരണ്ട, അയാൾ മാത്രം വന്നാൽ മതി. അങ്ങനെ അദ്ദേഹം മാത്രം വന്നു. ആ നാട്ടുകാരും കമ്മിറ്റിക്കാരൊക്കെ വന്നു. അദ്ദേഹം പറഞ്ഞു, എന്റെ അടുത്ത് തന്നൊരു ദിക്റുണ്ട് ശൈഖ്, അതാരോടും പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ എന്താ പോയിട്ട്, ഞാൻ പറഞ്ഞു എന്റെ തന്നാ മതി. അത് വാങ്ങി ഞാൻ എന്റെ മേശയിൽ വെച്ചു. അയാളെ പറഞ്ഞേച്ചു. ഈ എന്തൊക്കെ സാധനങ്ങളാണ്. സുബ്ഹാനല്ലാഹ്. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വന്നു, കണ്ണൂർ ജില്ലയിൽ ചക്കരക്കല്ലിലുള്ള ഒരു ശൈഖിന്റെ അടുത്ത് പോയിരുന്നു. ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും സിറാജുൽ ചിലർക്ക് നേർച്ച പൈസ തരാൻ പോലും. ഇവിടെയും വന്നപ്പോ ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ റൂമിൽ ചെന്നപ്പോ 5000 രൂപ ഒരാളെ ഏൽപ്പിച്ച നേർച്ച പൈസ തന്നു. ഞാൻ വന്ന ഉടനെ തന്നെ മക്കയിൽ നിന്ന് വന്ന ഒരു സഹോദരൻ 25000 രൂപ തന്നു. പിന്നെ തങ്ങൾ തന്നു. പിന്നെ ഇവിടെ സ്റ്റേജിൽ വന്നപ്പോ കുറെ ആൾക്കാർ തന്നു. അല്ലാഹു തആല ആ സ്ഥാപനത്തിന് അന്നൊരു ബർക്കത്താണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തി തട്ടെ. തങ്ങൾ ദ്വാരക്കുന്നേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അത് അല്ലാഹു തആല നിലനിർത്തി തീരുമാറാകട്ടെ. വെള്ളപ്പാണ്ട് രോഗം മാറിയവരുണ്ട്. ഈ അടുത്ത് നരിക്കുട്ടി ഞാനുണ്ടായിരുന്നു, ചെറുപ്പക്കാരൻ സൂചി കുടുങ്ങിപ്പോയി വയറ്റിൽ വേദനയായിട്ട് നിർത്തില്ല. ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ട്. എങ്ങനെ ഓപ്പറേഷൻ ചെയ്യേണ്ടത്? സൂചി അപ്പുറപ്പുറമൊക്കെ മാറുന്നു. വയറ്റിൽ വേദനയായിട്ട് നിർത്തില്ല. നേർച്ചയാക്കി സിറാജുദ്ദീനിലേക്ക് പോണമെന്ന് തോന്നി. കക്കൂസിൽ പോയി, സൂചി മരത്തിന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ എത്ര അത്ഭുതങ്ങളാണ് അല്ലാഹു തആല തന്നത്. അപ്പൊ ഇവിടെ വന്നപ്പോൾ കുറെ ആൾ നേർച്ച തന്നു. അല്ലാഹുവിന്റെ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തീകരിക്കണം. ഇന്നലെ വിളിച്ചു ചോദിച്ചവരുണ്ട് പട്ടാമ്പിന്ന്, നിങ്ങൾ നാളെ അവിടെ ഉണ്ടാവോ, നേരത്തെ തന്നെ വരുമോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്.
തങ്ങളെ പരിപാടി അതുകൊണ്ട് നേരത്തെ തന്നെ വന്നതാ, പേടിച്ചിട്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അങ്ങനെ ചൊവ്വാഴ്ച ദിവസം കുറെ ആൾ വന്നു. ഒരു 2 ചെറുപ്പക്കാർ പോകുന്നില്ല. ലാസ്റ്റ് പറയാൻ കാത്തുനിന്നു. വിഷയം ചോദിച്ചു. എന്നോട് ഉസ്താദെ കല്യാണം കഴിക്കണോ ചോദിച്ചു. നാട്ടിൽ വന്ന് എന്നിട്ടോ ചോദിച്ചു. നാദാപുരത്തിന്റെ അടുത്തുള്ള ഒരു തങ്ങള് ഒരു ഷെയ്ഖിന്റെ അടുത്ത് പോകാൻ പോയപ്പോ ഷെയ്ഖ് പറഞ്ഞ ഒരു കുതുബിയത്ത് ചെല്ലണം, നമുക്ക് കുറച്ച് സിയാർത്തിനും പോകണം. വണ്ടി കൊണ്ടുവന്ന് ഷെയ്ഖിനെ കൊണ്ട് ഇങ്ങനെ പോയി കുതുബിയത്ത് ചെല്ലാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് എന്തായി? ആയതൊന്നും പറയണ്ട, എന്താന്ന് കുതുബിയത്ത് എല്ലാം ചെന്നപ്പോ 10,000 റുപ്യ കൊണ്ട് വാങ്ങി. എന്നിട്ട് കുതുബിയത്ത് എല്ലാം പറഞ്ഞ് റൂമിൽ കയറ്റി റൂമിന്റെ വാതിലങ്ങ് അടച്ചാൽ. വാതിലടച്ചതിന്റെ ശേഷം എന്താ നടന്നതെന്ന് എനിക്ക് പൊതു സ്റ്റേജിൽ വെച്ച് പറഞ്ഞുകൂടാ. സാറാ ഉരിയാനീനി എല്ലാ സ്ഥലവും അങ്ങനെ തോന്നിവാസം ചെയ്തു. എന്നിട്ടോ ചോദിച്ചിട്ട്, എൻ്റെ ഉസ്താദെ ഇപ്പൊ നോക്കുമ്പോ എനിക്ക് വളരെ ശാരീരികമായ പ്രയാസം. ഞാൻ ചോദിച്ചു, ആരോട് ചോദിച്ചിട്ടാ പോയത്? ഷെയ്ഖാന്ന് കേൾക്കുമ്പോ പായല. ഉസ്താദെ നാദാപുരത്ത് ബാഗും പറഞ്ഞു. ഉസ്താദ് ഇറങ്ങുമ്പോൾ ഞാൻ വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടായിരുന്നു, ഷെയ്ഖുണ്ടായിരുന്നു വണ്ടിയിൽ. ഷെയ്ഖിനോട് ഞാൻ പറഞ്ഞു, ഒന്ന് ഉസ്താദിന് കൈ കൊടുക്കാൻ വണ്ടി ഒന്ന് നിർത്തട്ടെ. ഇപ്പൊ ഷെയ്ഖ് പറഞ്ഞു, മുസ്ലിംമാർക്ക് കൈ കൊടുത്താൽ കാഫറായി പോകും, അതുകൊണ്ട് മുസ്ലിംമാരോട് ചോദിക്കരുത് എന്നാ പറഞ്ഞത്. എന്തു ചെയ്യും? സാധു മനുഷ്യൻ. ആ ചെറുപ്പക്കാരന് ഞാൻ പറഞ്ഞു, അയാളെന്തോ പറഞ്ഞു, ഒരു ദിക്റ് എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ഫാഹിഷ് ചെയ്യുന്ന ഹമുക്ക് ദിക്റ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഞാൻ പറഞ്ഞു ചെല്ലണ്ട. അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു രാവിലെയും വൈകുന്നേരവും പതിവാക്കാൻ വേണ്ടി ഹദീസിൽ വന്ന ദിക്റുകൾ ബിർദുൽ ലത്തീഫ് എന്ന പേരിൽ ക്രോഡീകരിച്ചു തന്നിട്ടുണ്ട്. അതിന്റെ ഒരു ഖുറാസ് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് ചൊല്ലിക്കോ എന്ന് പറഞ്ഞു. ഒന്ന് മന്ത്രിച്ചു കൊടുത്തു. ഞാൻ മന്ത്രിക്കുന്ന ആളൊന്നും അല്ല, പക്ഷേ എന്നാൽ ഈ കുട്ടിക്ക് ഒരു സമാധാനം വേണ്ടേ. ഒന്ന് മന്ത്രിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇനി നിനക്കൊന്നും ഉണ്ടാവില്ല, ഇനി പേടിക്കണ്ട. അൽഹംദുലില്ലാഹ് പിന്നൊന്നും ഉണ്ടായില്ല. ആ കുട്ടി കല്യാണം കഴിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെ കുറിച്ച് ഒരു വിവരവുമില്ലാത്തവർ മുക്കിന് മുക്ക് ഇറങ്ങുന്ന കാലമാണ്. അവർ പ്രചരിപ്പിക്കുന്നതൊക്കെ കറാമത്താണെന്ന് ധരിക്കരുത്. അവർ കാണിക്കുന്ന അത്ഭുതങ്ങളാണെന്ന് കരുതരുത്. എവിടെയെങ്കിലും കാണുമ്പോഴേക്ക് അത് പാടി നടക്കരുത്. നമ്മൾ മനസ്സിലാക്കണം, കറാമത്തുണ്ട്, അത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മറിയം ബീബി റളിയല്ലാഹുവിന്റെ കറാമത്ത് ഖുർആനിലുണ്ട്. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. മറിയം ബീബിയുടെ സദസ്സിൽ കറാമത്ത് കൊണ്ട് ഭക്ഷണം ഇറങ്ങുന്നു. ഖുബൈബ് റളിയല്ലാഹുവിന്റെ സദസ്സിൽ മുന്തിരിങ്ങ കൊലകൾ ഇറങ്ങുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയാണ്. കറാമത്ത് കൊണ്ട് ഭക്ഷണം ഇറങ്ങുന്നു. എന്തെല്ലാം കറാമത്ത്! കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ തൽബേഗമെന്നോവർ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ മുന്നിലേക്ക് ഞാനങ്ങ് പോവുകയാണ്. ഞാൻ പോകുന്ന സമയത്ത് അങ്ങാടിയിൽ നിന്നൊരു പെണ്ണിനെ നോക്കിപ്പോയിരുന്നു. ഞാനങ്ങ് കയറി ചെല്ലുമ്പോ എന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, കൈഫ ബിക്കും ആഥാറു സിനാ ളാഹിറു ഫീ വുജൂഹിക്കും. നിങ്ങളുടെ മുഖത്ത് വ്യഭിചാരത്തിന്റെ കല കാണുന്നുണ്ടല്ലോ അനസേ. സ്വഹാബത്തിന്റെ കറാമത്തുകൾ എത്രയാണ്! ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. സഹീഹുൽ ബുഖാരിയിൽ എത്ര കറാമത്തുകളാണ് വിവരിച്ചത്. കറാമത്തുണ്ട്, മുഅ്ജിസത്തുണ്ട്. പക്ഷേ കറാമത്തല്ലാത്തൊക്കെ കറാമത്താണെന്ന് പറഞ്ഞ് ആരെങ്കിലും ജാഹിലീങ്ങൾ പ്രചരിപ്പിച്ചിട്ട് ഇതുപോലെയാണ് പറയപ്പെടുന്ന എല്ലാ കറാമത്തുമെന്ന് അറിവില്ലാത്തവൻ തെറ്റിദ്ധരിച്ചു പോയാൽ, സുന്നത്ത് ജമാഅത്തിന്റെ അതിരിവരമ്പ് കടന്നു പോയാൽ, മുഅ്തസിലി വിശ്വാസമായി പോയാൽ അപകടമല്ലേ സഹോദരന്മാരെ? അതുകൊണ്ട് തന്നെ ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും പണ്ഡിതന്മാരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടല്ലാതെ ജാഹിലീകൾ പ്രചരണം നടത്തരുതെന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ഡിതന്മാരോ അവരെ കടപ്പാട് വീട്ടിക്കൊള്ളണം. പണ്ഡിതന്മാര് ഗ്രൂപ്പിന്റെ പേരില് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്നിന്റെ പേരില് അവർ എതിർക്കുന്നതാണെങ്കിൽ നമ്മൾ അനുകൂലിക്കും എന്ന് മനസ്സിലാക്കിയിട്ട് കാര്യം തുറന്നു പറയാതിരുന്നാൽ ഒരു ദിവസം അള്ളാഹു തുറന്ന് പറയിപ്പിക്കും കേട്ടോ. അത് പണ്ഡിതന്മാരും ചിന്തിച്ചോളണം, ഹഖ് ഹഖായി തുറന്ന് പറഞ്ഞോളണം. ഇരിക്കട്ടെ, അസ്റഫുൽ ഖൽഖ് ത്വഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പള്ളിയിൽ കയറിയതിന് ശേഷം
ബാങ്കും ഇഖാമത്തും ജിബ്രീൽ അലൈഹിസ്സലാം കൊടുക്കുന്നു. മുതഅല്ലിമീങ്ങൾ ഓർക്കണം, മദീനയിൽ വെച്ച് അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ബാങ്കും ഇഖാമത്തും സ്വപ്നത്തിൽ അറിയുന്നതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ റസൂലുള്ള ബാങ്ക് മസ്ജിദുൽ അഖ്സയിൽ വെച്ച് കേട്ട് കഴിഞ്ഞു കേട്ടോ, ഇഖാമത്ത് കേട്ട് കഴിഞ്ഞു കേട്ടോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ബാങ്ക് സുന്നത്താക്കാനുള്ള ഓർഡർ അല്ലാഹുവിങ്കൽ കിട്ടിയതനുസരിച്ചാണ് അത് സുന്നത്താക്കുന്നത്. അതിനു മുമ്പൊരു സ്വപ്നത്തിന്റെ സംഭവം ഉണ്ടായി എന്നത് വേറെ പല സംഗതികളും രഹസ്യങ്ങളും അതിന്റെ പിന്നിലുണ്ട്. അതൊക്കെ ഇപ്പോൾ വിവരിക്കാൻ സമയം പോരാ. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നബിയെ തങ്ങൾ ഇമാമത്ത് നിൽക്കൂ എന്നാവശ്യപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂല് അതാ മസ്ജിദുൽ അഖ്സയിൽ ഇമാമത്ത് നിൽക്കുന്നു. പിന്തുടർന്ന് നിസ്കരിക്കുന്നതാരാണ്? നിസ്കരിക്കുന്നത് മുൻകാലത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കളാണ് കേട്ടോ. പുത്തൻവാദികൾ ഓർക്കണം, മരിച്ചാലൊക്കെ കഴിഞ്ഞു എന്നല്ലേ അവരുടെ വാദം. പക്ഷേ ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നത് അമ്പിയാക്കളാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വഫാത്തായി പോയ പ്രവാചകന്മാർ നബിയെ തുടർന്ന് നിസ്കരിക്കുന്നു. ഇമാം മുസ്ലിം അത് റിപ്പോർട്ട് ചെയ്യുന്നു. അല്ലാഹുവിന്റെ റസൂലിന് അതിനുശേഷം 2 പാനീയം, ഒരു റിപ്പോർട്ടിൽ 2 പാനീയം മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നു. അതിലൊന്ന് പാലാണ് കേട്ടോ, മറ്റൊന്ന് കള്ളാണ്. കള്ള് അന്ന് ഹറാമാക്കപ്പെട്ടിട്ടില്ല. കള്ള് ഹറാമാക്കപ്പെടുന്നതും മദീനയിൽ വെച്ചാണ്. ഈ സംഭവം നടക്കുന്നത് മക്കയിൽ നിന്ന് പോയിട്ടാണ്. അതേ ഹറാമില്ലാത്തത് കൊണ്ട് തന്നെ കള്ളും ജിബ്രീൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പാലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം നബിയോട് തെരഞ്ഞെടുക്കാൻ പറയുന്നു. അതേ അല്ലാഹുവിന്റെ റസൂലിനെ യാത്രയാക്കാൻ വേണ്ടി വന്ന ഒരു വലിയ വ്യൂഹം അമ്പിയാക്കളുണ്ട്. യാത്രയപ്പാണ്. യാത്രയപ്പിന് വേണ്ടി മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്ത് പള്ളിയിൽ വന്ന് 2 റക്അത്ത് നിസ്കരിച്ചു. ഇനി അല്ലാഹുവിനെ കാണാനുള്ള യാത്രയാണ്. അതിന്റെ യാത്രയപ്പിന്റെ സ്റ്റേഷനാണിത്. ആ സ്റ്റേഷനിൽ തന്നെ കുടിക്കാൻ വെള്ളമാണ് കൊണ്ടുവരുന്നത്. ഒന്ന് പാലാണ്, ഒന്ന് കള്ളാണ്. കള്ള് ഹറാമില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഹലാലായ സമയത്തും കള്ള് കുടിക്കാറില്ല, കള്ള് കുടിച്ചിട്ടില്ല. ഹറാമില്ലെങ്കിലും മോശമായത് കൈയൊഴിക്കുകയല്ലേ വേണ്ടത്. ഓ എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവരുണ്ടോ? കഴിയുന്നതും കൈയൊഴിക്കാൻ നോക്കൂ. ഹറാമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷേ കൈയൊഴിക്കേണ്ടത് തന്നെ. എന്താണ് അതിന്റെ മണം? പള്ളിയിലൊക്കെ കയറിയാൽ സിഗരറ്റ് വലിക്കുന്നവന്റെ തൊള്ളന്റെ വാസന എത്ര മോശമാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളാരും സിഗരറ്റ് വലിക്കാറില്ല എന്നാ മനസ്സിലാക്കുന്നു. ചില ആളുകൾ സിഗരറ്റ് തൊള്ളയിൽ വെക്കുക, എന്നിട്ട് ഈമ്പുക, പിന്നെയും എടുക്കുക, പിന്നെയും വെക്കുക, പിന്നെയും എണീമ്പുക. മാന്യന്മാരായ മനുഷ്യന്മാരെ. എന്നിട്ട് സുബ്ഹാനല്ലാഹ്, തീവണ്ടിയുടെ മേലെ നിന്നൊക്കെ പോകുമ്പോൾ മൂപ്പര മൂക്കുന്ന് തീവണ്ടിയോ മറ്റോ പോലെ പോകാനാണിത്. ഈ സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിനും മോശം. എന്തിനാണ് പണിയെടുക്കുന്നത്? കഴിയുന്നതും കൈയൊഴിക്കാണ് വേണ്ടത്. പക്ഷേ ഹറാമാണെന്ന് പറയണ്ട. ഞാൻ നേരത്തെ സ്ത്രീധനത്തെ പറ്റി പറഞ്ഞ പോലെ നിരുത്സാഹപ്പെടുത്താൻ കൈയൊഴിക്കുകയാണ് വേണ്ടത്. ഉള്ളിൽ വരണ്ടെന്നില്ലേ പറഞ്ഞത്? കാരണം അത്ര മോശമായ മണമായത് കൊണ്ട്. പിന്നെ സിഗരറ്റിന്റെ കാര്യം എത്ര മോശമാണ്. കഴിയുന്നതും കൈയൊഴിക്കാൻ ശ്രമിക്കണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് കള്ള് ഹറാമില്ലെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ മാന്യന്മാരിൽ മാന്യരാണ്. അവിടുന്ന് കള്ള് കുടിക്കാറില്ല, കള്ള് തെരഞ്ഞെടുത്തില്ല, മറിച്ച് പാല് തെരഞ്ഞെടുത്തു. പാല് തെരഞ്ഞെടുത്തപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്തോഷമായി പോയി, അഭിനന്ദനം അറിയിച്ചു. നബിയെ, തങ്ങളെങ്ങാനും കള്ള് തെരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ തങ്ങളെ സമുദായം ഒന്നടങ്കം പിഴക്കുമായിരുന്നു. പാല് തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അവിടുത്തെ സമുദായത്തിന് രക്ഷ കിട്ടിപ്പോയി. എല്ലാം നിയന്ത്രിക്കുന്നവനും തോന്നിക്കുന്നവനും അല്ലാഹുവല്ലേ. ആ കാര്യം ഉണർത്തുമ്പോൾ
ഞാൻ എൻ്റെ ചെറുപ്പക്കാരെ ഒരു കാര്യം ഉണർത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, കള്ള് കുടിക്കുന്ന ചില മുസ്ലിം സഹോദരന്മാരില്ലേ, സുബ്ഹാനല്ലാഹ്, എത്ര ഭയങ്കരമാണത്. ഓ ചെറുപ്പക്കാരാ, നീ ഒരു നജസ് കുടിയനായി വളരല്ല കേട്ടോ, കള്ള് കുടിയനായി വളരല്ല കേട്ടോ. നിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അങ്ങനെ സംഭവിച്ചു പോയെങ്കിൽ താണ് കേള്. എത്ര ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളുള്ള ഈ സദസ്സിൽ, അതേ നൂറുകണക്കിന് അലിമീങ്ങളും സാദാത്തുക്കളുമുള്ള ഈ സദസ്സിൽ നിന്റെ മനസ്സൊന്ന് പൊട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ മുൻനിർത്തിയിട്ട് നീ ഈ മഹത്വമേറിയ സദസ്സിൽ സ്വലാത്ത് മുൻനിർത്തി നീ ഒന്ന് റബ്ബിനോട് പറയൂ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കള്ള് കുടിക്കുകയില്ല, കുടിച്ചതൊന്ന് മാപ്പ് തരണമെന്ന് റബ്ബിനോടൊന്ന് പറയൂ. കള്ള് കുടിക്കുന്നവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കലെങ്ങിനെ? കള്ള് കുടിക്കൽ എന്താണ്? സർവനാശത്തിന്റെയും താക്കോലെന്നല്ലേ കള്ളുകുടിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്, കല്യാണ വീട്ടിൽ കള്ള് വിളമ്പുന്നവരില്ലേ, കള്ളും കുടിച്ച് മാന്യന്മാരായി ഞെളിഞ്ഞു നടക്കുന്നവരില്ലേ, കള്ളു കുടിച്ചാലും സ്ഥാനമാനമുള്ളവരില്ലേ. ഓ മനുഷ്യ, ശൈത്താനിന്റെ കവാടങ്ങൾ മുഴുവനും തുറക്കാൻ കാരണമാകുന്ന എ ക്ലാസ് നജസ് അതെന്തിനു നീ കുടിക്കാൻ പോകണം? സുബ്ഹാനല്ലാഹ്, കോഴിയുടെ കാട്ടം അതിനിവരെ കുറഞ്ഞ വിട്ടുവീഴ്ചയുണ്ട്. ഫതുൽ മുനദി മുത്തഅല്ലിമിയൊക്കെ അറിയില്ലേ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ കോഴി വീണാൽ, കോഴിയുണ്ടോ എപ്പോഴെങ്കിലും വിസർജിച്ചാൽ മനോരിക്കാറ്? അതിന്റെ മലദ്വാരം കഴുകാറുണ്ടോ? എപ്പോഴും ഉണ്ടാവില്ലേ. അത് വിസർജിച്ചതുകൊണ്ട് അതിന്റെ മലദ്വാരത്തിൽ നജസ്, അതൊരു ബക്കറ്റ് വെള്ളത്തിൽ വീണാൽ ആ വെള്ളം ഉപയോഗിക്കാം, ആ നജസിന് വിട്ടുവീഴ്ചയുണ്ട് എന്നാ ഫതുൽമയിലുള്ളത്. എന്നാൽ നീ കുടിക്കുമ്പോൾ നിന്റെ ചുണ്ടിൽ തൊട്ടുപോയ കള്ള്, ആ കള്ള് ഉണങ്ങിയതിന് ശേഷമാണെങ്കിലും ആ ചുണ്ടൊരു ബക്കറ്റ് വെള്ളത്തിൽ കുത്തിപ്പോയാൽ വിട്ടുവീഴ്ചയില്ല, വെള്ളം മുഴുവനും മുതനജ്ജിസായി പോയി. കോഴിയുടെ കാട്ടത്തെക്കാൾ മോശമായ നജസല്ലേ കള്ള്. ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അതുകൊണ്ട് ചെറുപ്പക്കാരാ, നജസ് കുടിയനായി പോകാതെ ആയിരക്കണക്കിന് പാനീയങ്ങൾ അല്ലാഹ് അനുവദിച്ചതില്ലേ, അത് കുടിച്ച് ജീവിക്കൂ. നീ ഓർത്തോളണം, ഇവിടെ ഒരിറ്റ് വെള്ളം കുടിക്കാൻ കഴിയാതെ മെഡിക്കൽ കോളേജിന്റെ മേൽപോട്ട് നോക്കി കിടന്നിട്ട് വാവിട്ട് നിലവിളിക്കുന്ന മുതലാളിമാരുണ്ട് കേട്ടോ. വെള്ളം കുടിച്ചുകൂടാ, അന്നനാളത്തിന് ദ്വാരമാണ്, വയറ്റിന് ക്യാൻസറാണ്, വെള്ളം കുടിച്ചുകൂടാ. കോടീശ്വരനാണ്, റബ്ബ് തന്നില്ലെങ്കിൽ വെള്ളം കുടിക്കാൻ കഴിയുമോ? ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? നീ അല്ലാഹ് തന്ന നിഅമത്തുകൾ വിസ്മരിച്ച് തെമ്മാടിയാകല്ല, തഖ്വയോടെ ജീവിച്ച് മരിക്കാൻ നോക്കൂ. അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പാല് വാങ്ങി കുടിക്കുന്നു. മസ്ജിദുൽ അഖ്സയിൽ നിന്ന് അമ്പിയാക്കൾ യാത്രയാക്കുന്നു. ഉപരിമണ്ഡലത്തിലേക്കതാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ നീങ്ങുന്നു. ഉപരിമണ്ഡലങ്ങളിലേക്ക് ചെന്ന് ഒന്നാം ആകാശത്തിന്റെ സമീപത്തെത്തുമ്പോ വഖദ്ദമതിക ജമീഉൽ അംബിയാഇ ബിഹാ വറുസുലി തഖദീമ മഖ്ദൂമിൻ ലാ ഖാദമി. അല്ലാഹുവിന്റെ റസൂൽ ഉപരിമണ്ഡലത്തിൽ ഒന്നാം ആകാശത്തിന്റെ സമീപത്തെത്തുമ്പോ അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം അത് സമ്മതം ചോദിക്കുന്നു, സമ്മതം ലഭിക്കുന്നു. കൂടെ ആരുണ്ടെന്ന് ചോദിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലാണ് മുഹമ്മദ് നബി ഉണ്ടെന്ന് പറയുന്നു. ആ മുഹമ്മദ് നബിയെ പറഞ്ഞേച്ചു എന്ന് ചോദിക്കുന്നു. അഥവാ മുഹമ്മദ് നബി ആകാശത്തേക്ക് അയച്ചു എന്നായിരിക്കാം ചോദ്യം. കാരണം ഭൂമിയിൽ മുഹമ്മദ് നബി നബിയായ വിവരം അറിയാത്തവരം അത് ആകാശത്തിൽ ഉണ്ടാകാൻ സാധ്യതയില്ലല്ലോ.
ഇരിക്കട്ടെ സഹോദരന്മാരെ, ഒന്നാം ആകാശത്തിൽ കയറി നോക്കുമ്പോ അവിടെ ആദം നബി അലൈഹിസ്സലാമിനെ കാണുന്നു. ആദം നബിക്ക് സലാം പറയാൻ ജിബ്രീൽ നിർദ്ദേശിക്കുന്നു. സലാം പറയുന്നു. ആദം നബി ആശീർവദിക്കുന്നു. പിന്നെയും മേൽപോട്ട് പോയി യഹ്യ നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം, ഈസാ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം തുടങ്ങിയ പ്രവാചകന്മാരുമായി ആകാശങ്ങളിൽ വഴിയോരങ്ങളിൽ യാത്രയപ്പിന് വേണ്ടി അവര് വീണ്ടും കാത്തു നിൽക്കുന്നു. അവിടെ നിന്നൊക്കെ യാത്രയപ്പ് ലഭിക്കുന്നു. ആശംസകൾ നേരുന്നു. യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ അത്ഭുതകരമായ പകനെ ആകാശത്തിൽ വന്ന് ഹാജരായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മരണപ്പെട്ടാൽ തീർന്നു എന്നാണോ? ഖബറിന്റെ അടുക്കൽ ചെല്ലുമ്പോ ഖബറിൽ നിസ്കരിക്കുന്നു. പള്ളിയിൽ വരുമ്പോ ഖബറിനേറ്റ് വന്ന് അവിടെയും നിസ്കരിക്കുന്നു. ആറാം ആകാശത്തിലെത്തുമ്പോ മൂസാ നബി അവിടെയും എത്തിയിരിക്കുന്നു. മരണപ്പെട്ടതിന് ശേഷം അമ്പിയാക്കൾക്കുള്ള പവർ പറഞ്ഞു തീർക്കാൻ കഴിയുമോ? നമുക്ക് ഊഹിക്കാൻ കഴിയുമോ? ഏഴാമത്തെ ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെയും കാണുന്നു. മേൽപോട്ടേക്ക് വീണ്ടും പോകുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധ മാറുന്നില്ല. സിദ്റത്തുൽ മുൻതഹ എന്ന മരത്തിനടുക്കൽ എത്തുന്നു. ആ മരത്തിനടുക്കൽ വലിയ വർണ്ണങ്ങളാണ്, കളറുകളാണ്, ലൈറ്റുകളാണ്. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശ്രദ്ധ മാറുന്നില്ല. കാരണം മഹാന്മാരുടെ ശ്രദ്ധ ദുന്യാവിലേക്ക് നീങ്ങുകയില്ല. അതിന് പാഠമാണ്. ഇപ്പോൾ സമയം ഇല്ല, ഞാൻ നീട്ടുന്നില്ല, ചുരുക്കി പറഞ്ഞ് നിർത്തട്ടെ. ഇടയ്ക്കൊരു കാര്യം ഉണർത്തുന്നു. മഅദിനിന്റെ കലണ്ടർ ഇറങ്ങിയോന്നറിയില്ല. ഇറങ്ങിയിട്ടില്ലെങ്കിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങണം. മർക്കസിന്റെയും മറ്റെല്ലാ കലണ്ടറും വാങ്ങണം. സിറാജുലുദ്ദീന്റെ കലണ്ടർ ഇറങ്ങിയിട്ടുണ്ട്, അതെല്ലാവരും ഓരോന്ന് വാങ്ങണം. അത് പൈസ ഉണ്ടാക്കാനല്ല. 10 റുപ്യങ്ങൾ കലണ്ടർ കൊടുത്താൽ കൊടുക്കും, നിങ്ങൾക്കറിയാം. 6 റുപ്യ മുതലുണ്ടാവും. അതൊരു പ്രചരണത്തിനാണ്. പൈസ തരാൻ അള്ളാന്റെ ഖജനാവിൽ എത്രയുണ്ട്? ഒരു മാസത്തിൽ 2-3 ലക്ഷം റുപ്യ നേർച്ച കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഫലവും കൊടുക്കുന്നുണ്ട്. അത് അള്ളാഹ് നിലനിർത്തി തരട്ടെ. ഞാൻ വലിയ കോടീശ്വരനായി നിങ്ങൾ വിചാരിക്കരുത്. 1.5 കോടി കടമുണ്ട്, അള്ളാഹു തന്നെ വീട്ടിൽ തരട്ടെ. 14 ലക്ഷം റുപ്യോളമാണ് സിറാജുലുദ്ദീൻ ഒരു മാസത്തെ ചെലവഴിക്കാൻ. അതിൽ 8 ലക്ഷം റുപ്യ, ഏകദേശം 7 ലക്ഷം റുപ്യോളം അൽഹംദുലില്ലാഹ് 7 ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ചെലവാണ്. അത് ഫീസ് മുഖേന കിട്ടും, അത് നമ്മളെവിടെയും പോണ്ട. അതേ സമയത്ത് ബാക്കിയുള്ളത് മുഴുവൻ ധർമ്മസ്ഥാപനത്തിലെ ചെലവാണ്. 7 ലക്ഷത്തിന്റെ മേലെ ചെലവ് ഒരു മാസത്തിൽ. അപ്പൊ അള്ളാഹു തആല തന്നൊരു വഴിയാണ് നേർച്ച പൈസ. അത് വെറുതെ തന്നതല്ല. സുന്നത്ത് ജമാഅത്ത് നശിപ്പിക്കപ്പെട്ടതിൽ പോയി പറക്കത്താണ്, അല്ലാതെ ഞാൻ തങ്ങളുമല്ല മൊയ്ലാരുമല്ല. അള്ളാഹു തആല അവിടെ ഒരുപാട് സയ്യിദന്മാരെ മഖ്ബറയുണ്ടായിരുന്നു. അതുപോലെ വലിയ വലിയ മഹാന്മാര് അവിടെ ദിക്ർ ചൊല്ലിയിരുന്നു, ഇതുപോലെ ഹൽഖ നടത്തിയിരുന്നു. അവർക്ക് വഫാത്തായി പോയതാണ്. അള്ളാഹു അതിന്റെ ബർക്കത്ത് അതിന് തന്നിട്ടുണ്ട്. അള്ളാഹു നിലനിർത്തി തരട്ടെ. കലണ്ടർ എല്ലാവരും ഓരോന്നുമാണ്, അതൊരു പ്രചരണത്തിനാണ്. എന്റെ വിഷയത്തിലേക്ക് പോകുന്നു. സഹോദരന്മാരെ, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയെ കാണുന്നു. വീണ്ടും പോകുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം പോയി പോകുന്നു. ഒരു സ്ഥലത്തെത്തുമ്പോൾ ജിബ്രീൽ യാത്ര പറയുന്നു, ഇതിനപ്പുറം പോകാൻ എനിക്ക് അധികാരമില്ല. ദഹനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ. പോകൂ നബിയെ ധൈര്യത്തോടെ. ഇനി അങ്ങോട്ട് ഞാൻ വന്നാൽ കരിഞ്ഞു പോകും. അവിടുന്ന് പോയിക്കോളൂ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹുവിനെ കാണാനും സംഭാഷണം നടത്താനും ഒരു സ്ഥലം വേണം. ആ സ്ഥലം മേൽഭാഗമാണ് അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. സ്ഥലങ്ങളൊക്കെ പടച്ചവൻ അല്ലാഹയാണ്. അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിയാണ്. സൃഷ്ടിക്ക് സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ ഇവിടെ വെച്ച് അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, നമുക്ക് സ്ഥലം വേണം. അല്ലാഹു സ്ഥലകാലതീതനാണ്. അല്ലാഹുവിന് സ്ഥലത്തിന്റെ ആവശ്യം ഇല്ല. സ്ഥലങ്ങൾ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു ഉണ്ട്. അന്നുള്ള അല്ലാഹുവിന് ഇന്നും മാറ്റമില്ല. അന്നും സ്ഥലം ആവശ്യമില്ല, ഇന്നും സ്ഥലം ആവശ്യമില്ല.
മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും പറഞ്ഞതുപോലെ അല്ലാഹു തആല ഒരു സിംഹാസനത്തിന്റെ മേലെ ഇരിക്കുകയല്ല. അതേ റബ്ബുൻ അലൽ അർശി ഇസ്തവാ വകദാ ദുകിർ മുതശാബിഹാതുൻ ഫിൽ കിതാബി വഫിൽ ഖബർ. അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഖാദി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, കല്ലാഹു യൻസിലു ഫിസ് സമാ വഖ്തസ് സഹർ വകദാ യമീനുല്ലാഹി ഹാദാ കൽ ഹജർ മിമ്മാ തആല അല്ലാഹു അൻ മഅനൽ ലഹർ മിൻഹ ഇത്തിഫാഖൻ ഗൈറു മൻ ലാ യുതബർ. അതേ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ പോലെയുള്ള ആയത്ത്, അതുപോലെയുള്ള ഹദീസുകൾ, അതിനൊന്നും അതിന്റെ ലാഹിറായ മഅന ഉദ്ദേശമല്ല, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. മിമ്മാ തആല അല്ലാഹു അൻ മഅനൽ ലഹർ മിൻഹ ഇത്തിഫാഖൻ. ഒരു പണ്ഡിതനും അതിൽ തർക്കമില്ല, അതിന്റെ ബാഹ്യാർത്ഥം ഉദ്ദേശമല്ല. ഗൈറു മൻ ലാ യുതബർ, അതിനെതിരെ പറഞ്ഞവരെ പരിഗണിക്കേണ്ടവരും അല്ല. ഉമർ ഖാദി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, അത് തന്നെയാ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ഇരിക്കട്ടെ, അല്ലാഹുവുമായുള്ള സംഭാഷണത്തിന് ചെന്ന അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അല്ലാഹുവിന് കാഴ്ചവെക്കുന്നു. അപ്പോൾ കിട്ടിയ മറുപടിയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരേ, അങ്ങയ്ക്കും തഹിയ്യത്തുണ്ട്, അങ്ങയ്ക്ക് സലാമുണ്ട്, അങ്ങയ്ക്ക് സമാധാനത്തിന്റെ ശേഷമുണ്ട്. അതങ്ങ് പറയുമ്പോഴാണ് ആ സ്ഥലത്ത് വെച്ചോ അതേ ആഡംബരങ്ങളോ അലങ്കാരങ്ങളോ ലൈറ്റുകളോ സംവിധാനങ്ങളോ അത് കണ്ടിട്ടൊന്നും തന്നെ മുറാദ് മറന്നു പോകാതെ, അതേ ദൃഷ്ടി മറ്റൊന്നിലേക്ക് പതിഞ്ഞ് ശ്രദ്ധ മാറാതെ അല്ലാഹുവിനെ കാണുന്ന സന്തോഷത്തിലും ആനന്ദത്തിലും മുഴുകിയിരിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി. ആ സംഭാഷണത്തിൽ മുഴുകിയപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, മധ്യവർത്തിയാണ്. ഖാലിഖായ റബ്ബിന്റെയും ഖൽഖിന്റെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്. ഖാലിഖുമായുള്ള ചിന്ത മാറുന്നില്ല, ഖാലിഖിൽ ലയിച്ചു കിടക്കുകയാണ്. പക്ഷേ മഖ്ലൂഖിനെ മറന്നു പോകുന്നില്ല, സൃഷ്ടികളെ മറന്നു പോകുന്നില്ല, ഉമ്മത്തുകളെ മറന്നു പോകുന്നില്ല. അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, സമാധാനം അല്ലാഹുവിങ്കൽ നിന്ന് ആശംസയായി ഇങ്ങ് കിട്ടുമ്പോ അവിടെ വെച്ച് ഉമ്മത്തുകളെ മറക്കാതെ അതാ പറയുന്ന അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. ഈ ഉന്നതമായ സ്ഥാനത്ത് വെച്ച് ഏറ്റവും വലിയ അധിപനായ രാജാവായ നിന്റെ സമാധാനം ഈ മുഹമ്മദ് നബിക്ക് മാത്രം പോരാ, ഈ മുഹമ്മദ് നബിക്ക് മാത്രം പോരാ. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. നമ്മൾക്ക് നിന്റെ സമാധാനം വേണം. എവിടെയെല്ലാം മുഅ്മിനീങ്ങളുണ്ടോ, എവിടെയെല്ലാം സജ്ജനങ്ങളുണ്ടോ, അവർക്കെല്ലാവർക്കും നിന്റെ സമാധാനം വേണം അള്ളയുമായുള്ള സംഭാഷണത്തിന്റെ സമയത്തും സാധുക്കളായ നമ്മെ മറന്നു പോകാതെ നമുക്ക് സമാധാനത്തിന്റെ സന്ദേശം ചോദിച്ചു വാങ്ങിയ ലോക നേതാവ് മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫരീഖൈനി മിൽ ഉർബിൻ വഹബിൻ അജമി. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ പവറും സ്ഥാനവും ചിന്തയും ഈ കാരുണ്യവും ഈ മനക്കരുത്തും അതേ അത്ഭുതകരമായ വയർലെസ് മുഖേന കേട്ടറിയുന്ന ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ വെച്ചങ്ങ് പറഞ്ഞു പോയി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ നബിയെ നിയോഗിച്ച അല്ലാഹു ഉണ്ടല്ലോ, അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ഈ
മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂല് തന്നെ. അതെല്ലാം കൂടി ക്രോഡീകരിച്ചതാണ് നമ്മുടെ അത്തഹിയ്യാത്ത്. ഇരിക്കട്ടെ സഹോദരന്മാരെ, സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ അല്ലാഹ് കൊടുത്തതാണ് 50 നേരത്തെ നിസ്കാരം. ആ 50 നേരത്തെ നിസ്കാരം കൊണ്ട് തിരിച്ചു വരുമ്പോ 7ാമത്തെ ആകാശത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടെങ്കിലും ബഹുമാനപ്പെട്ടവർ ഒന്നും ചോദിച്ചത് കാണുന്നില്ല. 7ാം ആകാശത്തിൽ 6ാമത്തേതിലെത്തിയപ്പോ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാം ഇടപെടുന്നു. എന്താ കിട്ടിയതെന്ന് ചോദിക്കുന്നു. 50 നേരത്തെ നിസ്കാരം എന്ന് മറുപടി പറയുന്നു. ഓ നബിയേ, അത്ര വലിയ ലഗേജ് താങ്ങാൻ തങ്ങളെ ഉമ്മത്തിന് കഴിയില്ല, ചുരുക്കിത്തരാൻ പറയണമെന്ന് മൂസാ നബി നിർദ്ദേശം നൽകുന്നു. മരിച്ചാൽ കഴിഞ്ഞുവെന്ന് പറയുന്ന പുത്തൻവാദികളോട് ചോദിക്കട്ടെ, മൂസാ നബി വഫാത്തായിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം അന്ത്യനാൾ വരെ ഉള്ള ജനങ്ങൾക്ക് ബാധകമായ നിസ്കാരത്തിന്റെ വിഷയത്തിൽ അതാ മൂസാ നബി നിർദ്ദേശം നൽകുന്നു. എന്തേ മൂസാ നബി ഇടപെടാൻ കാരണം? മൂസാ നബിയുടെ ഖബറും സിയാറത്ത് ചെയ്ത് തുടങ്ങിയ യാത്രയാണല്ലോ. ആ യാത്രയിൽ വമ്പിച്ച ലാഭത്തോടെ തിരിച്ചയക്കാൻ വേണ്ടി മൂസാ നബി അലൈഹിസ്സലാം നിർദ്ദേശം നൽകുന്നു, വിഷയത്തിൽ ഇടപെടുന്നു. അതേ അല്ലാഹുവിന്റെ റസൂല് 9 തവണ തിരിച്ചുപോയി 5 നേരത്തേത് ചുരുക്കി 5 കൊടുക്കുന്നു. അതെന്തിനാണെന്നറിയോ മുത്തല്ലിമേ? അല്ലാഹുവിന്റെ ഒരൊറ്റ സമയം കൊണ്ട് തന്നെ ചുരുക്കി കൊടുത്തുകൂടെ? പക്ഷെ അങ്ങനെ ധരിക്കണ്ട. 2 കൊല്ലം കൊണ്ട് മുസ്ലിയാരാകാമെന്ന് ധരിക്കണ്ട. 3 കൊല്ലം കൊണ്ട് പണ്ഡിതനായി ബിരുദമെടുക്കാമെന്ന് തോന്നണ്ട. മറിച്ച് 50 നേരത്തെ നിസ്കാരം 5 ചുരുക്കാൻ 9 യാത്രയാ നടത്തിയത്. നീ മനസ്സിലാക്കണ്ട, സ്ഥാനമാനങ്ങളൊക്കെ കൊയ്തെടുക്കാൻ ഒരു പെട്ടെന്നൊരു പ്രഭാതത്തിൽ കഴിയുമെന്ന് ധരിക്കണ്ട. അധ്വാനിക്കാതെ അല്ലാഹു സമ്മാനം തരില്ല. നന്നായി കിട്ടണോ, നന്നായി അധ്വാനിക്കണം. അധ്വാനിക്കാതെ അല്ലാഹു ഒന്നും തരില്ല. അത് പഠിപ്പിക്കുകയാണ്. അതേ 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലാഹുവിന്റെ റസൂല് പോവുകയാണ്. മടുക്കാൻ പാടില്ല. SYSന്റെ പ്രവർത്തകരില്ലേ, SSFന്റെ പ്രവർത്തകരില്ലേ, ഓ പ്രവർത്തകന്മാരെ, മടുക്കാൻ പാടില്ല. എത്ര തവണ ഞാൻ വിളിച്ചു എന്നിട്ട് അയാൾ ഒരു ക്ലാസ്സിന് വന്നില്ലല്ലോ, അങ്ങനെ ധരിക്കരുത്. വീണ്ടും പോയി വിളിക്കണം. എത്ര തവണ ഞാൻ വിളിച്ചു അയാൾ എന്നിട്ട് നമ്മൾ സംഘടിപ്പിച്ച പരിപാടിയില്ലതാ ഒരു സദസ്സിൽ വയ്ക്കില്ലല്ലോ എന്ന് പോയിക്കണം. വീണ്ടും ക്ലാസ്സിന് ക്ഷണിക്കണം, വീണ്ടും പ്രവർത്തിക്കണം. സിറാജ് പത്രം എത്ര കാലമായി ഉഷാറാകുമെന്ന് പറയുന്നു എന്ന് ധരിക്കരുത്. ഉഷാറാക്കാൻ വേണ്ടി നമ്മൾ തന്നെ അധ്വാനിക്കണം. അങ്ങനെ ഓരോന്നും എല്ലാം അധ്വാനം കൊണ്ടല്ലാതെ ഒന്നും നേടാൻ സ്വന്തം കഴിയില്ല, മറ്റൊരാൾക്ക് നേടിക്കൊടുക്കാനും കഴിയില്ല. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾക്ക് എന്തേ ഉറങ്ങിയിട്ടൊന്ന് വിശ്രമിച്ചാൽ, കാന്തപുരം ഉസ്താദിന് എന്തേ ഈ പ്രായമുള്ള കാലത്തൊന്ന് ഉറങ്ങിക്കിടന്നാൽ, താജുല്ലുലമക്ക് എന്ത് ഒന്ന് ഉറങ്ങിക്കിടന്നാൽ, അലിബാബക്ക് തങ്ങൾക്ക് എന്ത് ഒന്ന് വിശ്രമിച്ചാൽ, പക്ഷേ സമൂഹത്തിനൊന്നും ചെയ്യാൻ കഴിയില്ല. സമൂഹത്തിന് ചെയ്യണമെങ്കിൽ അധ്വാനിക്കണം, ഉറക്കമൊഴിക്കണം, ഓടണം, ചാടണം. ഇത് നേതാക്കൾക്കും പഠിപ്പിക്കണമല്ലോ, അനുയായികൾക്കും പഠിപ്പിക്കണമല്ലോ. അതുകൊണ്ട് തന്നെ അനുയായികൾക്ക് 5 നേരത്തെ നിസ്കാരം കൊണ്ട് 50ന്റെ പ്രതിഫലം കിട്ടാൻ ഏറ്റവും ശറഫാക്കപ്പെട്ട നേതാവ് 9 തവണയാ ആവർത്തിച്ച് യാത്ര പോകുന്നത്. ഒറ്റ പോക്കിന് തന്നെ എനിക്കൊരു വലിയ സ്ഥാപനം ഉണ്ടാക്കണമെന്നൊന്നും ധരിച്ചു പോയിക്കൂടാ. ഒരുപാട് യാത്ര പോകണം, ഒരുപാട് അധ്വാനിക്കണം. ഇതുപോലെ പെട്ടെന്നൊരു ദിവസം ഒരു ദിക്റിങ് കിട്ടിയാൽ ഞാനങ്ങ് അരിഫാകുമെന്ന് കരുതണ്ട. തഹജ്ജുദ് നിസ്കരിച്ചോളണം. അതേ, നാവ് കൊണ്ട് ദിക്ർ ധാരാളം ചൊല്ലണം, സ്വലാത്ത് ധാരാളം ചൊല്ലണം, ഹൽക്കകളിൽ ധാരാളം പങ്കെടുക്കണം, സ്വലാത്തിന് ധാരാളം പങ്കെടുക്കണം, അല്ലാഹ് തന്നത് ധാരാളം ചെലവഴിക്കണം, സമയം ധാരാളം ചെലവഴിക്കണം. ചെറുത് മാത്രം പോരാ, അധ്വാനത്തിലൂടെ മാത്രമേ നേടാൻ കഴിയൂ എന്നത് ലോകത്ത് പഠിപ്പിക്കുകയാണ്. 9 പ്രാവശ്യം ലോകത്തിന്റെ നേതാവ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 5 നേരമാക്കി ചുരുക്കി കൊടുത്തിട്ട് 5ന് 50ന്റെ പ്രതിഫലമുണ്ടെന്ന് അല്ലാഹു ജല്ല ജലാലുഹു പറയുന്നു. വെയിറ്റ് കുറച്ചതാണ്, ഫലം വലുതാണ്. ആ 5 നേരത്തെ നിസ്കാരവും കൊണ്ടുവന്ന മുഹമ്മദുർ റസൂലുള്ളാഹി
പിറ്റേ ദിവസത്തെ ളുഹർ നിസ്കാരത്തിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഫർള് എങ്ങനെ നിസ്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നു. സുബ്ഹി നിസ്കാരം നിസ്കരിച്ചിട്ടില്ല, കാരണം അത് പഠിപ്പിക്കാൻ ജിബ്രീൽ എത്തിയിട്ടില്ല. പഠിച്ചിട്ടാണ് അമല്, പഠിക്കാതെ പ്രവർത്തനമില്ല. അതുകൊണ്ടാ പറഞ്ഞത്, കടുത്ത ജാഹിലീങ്ങൾ ജനങ്ങളെ നന്നാക്കാനാണെന്നും പറഞ്ഞിട്ട് ജനങ്ങളെ ചീത്തയാക്കണ്ട. ആലിമീങ്ങൾ ദീനീ പ്രവർത്തന രംഗത്ത് മുന്നിട്ടിറങ്ങി അവര് ജനങ്ങളെ തർബിയത്ത് ചെയ്യട്ടെ, ജനങ്ങളെ തസ്കിയത്ത് ചെയ്യട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ളുഹറിന്റെ സമയത്ത് നിസ്കാരം ഓരോന്നോരോന്ന് കാണിച്ചു കൊടുത്തു. അങ്ങനെ 5 നേരത്തെ നിസ്കാരം, ആ നിസ്കാരം കൃത്യമായി നിസ്കരിക്കുമെന്ന് മനസ്സിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഒരൊറ്റ നിസ്കാരം ഖളാക്കുകയില്ലെന്ന് മനസ്സിന്റെ ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനുള്ള ഭാഗ്യത്തിന് വേണ്ടി റബ്ബിനോട് താണുകയാണ് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മജ്ലിസിൽ അവസാനം പിരിഞ്ഞു പോവുക. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജസയ്യിദായ റഹ്മാനേ, നിന്നോടുള്ള സംഭാഷണമാണ് നിസ്കാരം. നിന്റെ ഔലിയാക്കൾക്ക് ഏറ്റവും രസമുള്ള കാര്യമാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജി യദഊന റബ്ബഹും ഖൗഫൻ വതമആ. പാതിരക്കെഴുന്നേറ്റ് ദീർഘസമയം ഉറക്കമൊഴിച്ച് നിസ്കരിച്ചവരാണ് നിന്റെ ആരിഫീങ്ങൾ, നിന്റെ ഔലിയാക്കൾ. റബ്ബേ, ഞങ്ങൾക്കും നീ തഹജ്ജുദിന് ആനന്ദം തരണം റഹ്മാനേ, സൗഭാഗ്യം തരണം റഹ്മാനേ. സുന്നത്തുകൾ ധാരാളം ചെയ്യാൻ തൗഫീഖ് തരണം റഹ്മാനേ. റബ്ബേ, ഞങ്ങൾ പാപികളായി പോയി. ഞങ്ങൾ വേണ്ടാത്ത വികാരങ്ങൾ ഖൽബിൽ ശൈത്താൻ തോന്നിപ്പിക്കുമ്പോൾ ശൈത്താന് അടിമപ്പെടുന്ന അടിമകളായി പോയി. ഞങ്ങളെ ഒന്ന് നന്നാക്കി തരണം റഹ്മാനേ. നിസ്കാരത്തിൽ ഖുശൂഅ് തരണം റഹ്മാനേ. രാജാവായ നിന്റെ മുന്നിൽ വന്നു നിന്ന് ഭക്തിയോടെ നിന്നോടുള്ള സംഭാഷണത്തിൽ ആനന്ദത്തോടെ നിസ്കരിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. സുന്നത്തുകൾ വർദ്ധിപ്പിക്കാൻ ഭാഗ്യം തരണം റഹ്മാനേ. റബ്ബേ, നീ കൽപ്പിച്ച ഫർളുകൾ ജീവിതത്തിൽ ഒഴിഞ്ഞു പോകാതെ, നീ വിരോധിച്ച ഹറാമുകൾ ജീവിതത്തിൽ വന്നു പോകാതെ ജീവിതമൊന്ന് നന്നാക്കിയെടുക്കാൻ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഈ പാപിക്കും എല്ലാവർക്കും തൗഫീഖ് തരണം റഹ്മാനേ. ഞങ്ങളെ മനസ്സ് നന്നാക്കണം റഹ്മാനേ, ഞങ്ങളെ മനസ്സ് നന്നാക്കണം റഹ്മാനേ. ഞങ്ങളെ സ്ഥാപനങ്ങളിലേക്ക് നേർച്ചകളും സദഖകളും തന്നവർ, ഈ മഅദിൻ എന്ന മഹത്തായ സ്ഥാപനത്തെ ഇന്ന് വരെ സഹായിച്ചവർ, പ്രവർത്തിച്ചവർ, സഹകരിച്ചവർ, ലോകത്തതുപോലെ മർക്കസും മഖറും സഅദിയും മജ്മുഉം, അതേ ഞങ്ങളുടെ ഹിയാഉസുന്നയും മറ്റു ദീനീ സ്ഥാപനങ്ങൾ എവിടെയൊക്കെയുണ്ടോ അതിനെയൊക്കെയും സഹായിക്കുന്നവരെയും അതിന് വിദേശങ്ങളിലും നാടുകളിലും പ്രവർത്തിക്കുന്നവരെയും ഈ മജ്ലിസിലേക്ക് എവിടെ നിന്നെല്ലാമോ എത്തിച്ചേർന്നവർക്കും ഈ മജ്ലിസിനെ ബഹുമാനിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും ഖാജാ മുഈനുദ്ദീനിൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ഞങ്ങളെ സുൽത്താനാക്കിയെങ്കിൽ ഞങ്ങൾ അവിടുത്തെ ഖാദിമീങ്ങളാണ് റഹ്മാനേ. നിന്റെ അഹ്ലു ബൈത്തിന്റെ ഖാദിമീങ്ങളാണ് റഹ്മാനേ. ആലിമീങ്ങളെ ഖാദിമീങ്ങളാണ് റഹ്മാനേ. ഞങ്ങളെ ഖൽബൊന്ന് ശുദ്ധിയാക്കണം റഹ്മാനേ, നന്നാക്കി തരണം റഹ്മാനേ. അവസാനം കാമിലായ ഈമാനോടെ മരിച്ച് നിന്റെ സാലിഹീങ്ങളോട് കൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അഹ്ലു ബൈത്തിന്റെ കൂടെ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. നിന്റെ ഹബീബിന് നിന്നെ കാണാൻ നീ അവസരം നൽകി. എല്ലാം തന്ന രാജാവായ നിന്നെ കാണാൻ നിന്റെ പ്രിയം വെച്ച പാവപ്പെട്ട അടിമകളായ ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ റഹ്മാനേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم
آمين برحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.